നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആദർശ പ്രബോധനം നടത്തിയത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മുന്നിൽ വെച്ചുകൊണ്ടാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നിങ്ങളിൽ നിന്ന് ഒരു പ്രവാചകനെ നിയോഗിക്കുകയും ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കുകയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ളൊരു പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചു തന്നതിൽ അള്ളാഹു നിങ്ങളോട് വലിയ ഔദാര്യം കാണിച്ചിരിക്കുന്നു. ആ പ്രവാചകൻ ഖുർആനും സുന്നത്തും നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ വലിയ വഴികേടിലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുകയാണ്. ആ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിപ്പിച്ചുകൊണ്ടാണ് തൗഹീദും സുന്നത്തും കർമ്മങ്ങളും ആചാരങ്ങളും എല്ലാം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഒന്നാമത്തെ ദിവസം മുതൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ പ്രമാണങ്ങളിൽ എന്തു വന്നോ അത് സ്വീകരിക്കുക, അത് തൻ്റെ ബുദ്ധിക്ക് എതിരായി തോന്നുന്നുണ്ടെങ്കിൽ തൻ്റെ ബുദ്ധിയുടെ പോരായ്മയായി മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളുക. എന്നാൽ കുറച്ചു കാലങ്ങളായി ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകളായിക്കൊണ്ട് അറിയപ്പെടുന്ന ആളുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള ചില വാർത്തകളല്ല. ആ പ്രമാണങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളെപ്പോലും അന്ധവിശ്വാസമായി തള്ളിക്കളയുന്നു. ആ പ്രമാണങ്ങളിൽ ഉള്ള കാര്യങ്ങളെ ഉള്ളതുപോലെ പറഞ്ഞാൽ അത് ശിർക്കൻ വാദമായി അവതരിപ്പിക്കുന്നു. അവരെ എന്തൊക്കെ പേര് വിളിച്ച് അവരുടെ സംഘടനകളെ എന്തൊക്കെ ആഗോള ബന്ധങ്ങൾ ഉണ്ടാക്കി ജൂദായുസത്തിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെയും ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ പരിശ്രമിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വരുമ്പോൾ നമുക്കറിയാം ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ശിർക്കിന്റെ വിശ്വാസങ്ങൾ, ജിന്നുമായി ബന്ധപ്പെട്ടത്, കണ്ണേറുമായി ബന്ധപ്പെട്ടത്, പ്രാർത്ഥനകളും ദിക്റുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് അനാചാരങ്ങൾ. എന്താണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തത്? ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമുദായത്തിലുണ്ടായിരുന്നു. എന്താ നമ്മളൊക്കെ ചെയ്തത്? ജിന്നില്ല എന്ന് പറയാനാണോ? ഇപ്പൊ ചില ആളുകൾ പറഞ്ഞെന്താ, നിങ്ങൾ ജിന്നുബാധയുണ്ടെന്ന് ആളുകളെ പഠിപ്പിക്കുന്നു. ഈ പുളിക്കൽ വന്നുകൊണ്ടുപോലും നിങ്ങൾ ജിന്നുബാധയുണ്ടെന്ന് പറയുന്നു. ആളുകളൊക്കെ പേടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ സമുദായത്തിന് നിർഭയത്വം നഷ്ടപ്പെടുത്തിയവരാണ്. വല്ലാത്ത കഷ്ടം തന്നെ. എന്നാൽ ഈ വിസ്ഡം വിഭാഗം ഇവിടുത്തെ നിർഭയത്വം അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ നിർഭയത്വം നഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കുന്നവരോട് എന്ന് പറയുന്നവർ നമുക്ക് ചോദിക്കാനുണ്ട്. എന്തു നിർഭയത്വമാണ്? പ്രമാണത്തിൽ ഉള്ള കാര്യമല്ലാതെ എന്താണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത്? ജിന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ നിർഭയത്വം നഷ്ടപ്പെടുമെന്നാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ജിന്നില്ല എന്ന് പറയലല്ലേ? അവര് തീരെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജിന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പേടിക്കണ്ടേ? വസ്വാസം ഉണ്ടാക്കും, വസ്വാസിനെ പേടിക്കണ്ടേ? പിന്നെ ഏറ്റവും സുഗന്ധ, ഏറ്റവും വലിയ നിർഭയത്വം എന്താ? ജിന്നില്ല എന്നാണ് പറയാ. നമ്മുടെ എല്ലാവർക്കും എല്ലാ പേടിയും മാറിയല്ലോ. സ്വർഗത്തെ പേടിക്കണ്ടേ? പടച്ചോനെ പേടിക്കണ്ടേ? ഇതൊന്നും പേടിക്കാതെ ദുനിയാവ് നടക്കാൻ കഴിയോ? അപ്പൊ പിന്നെ എന്താ സുഖം? പടച്ചോല്ലാന്ന് പറയുന്ന പറ്റി പടച്ചോനും പേടിക്കണ്ടല്ലോ. പിന്നെ ഒന്നിനും പേടിക്കണ്ട. ഇതാണ് ഇപ്പൊ ചില ആളുകളുടെ കണ്ടുപിടുത്തം. നമ്മുടെ മുൻഗാമികൾ എന്താ ചെയ്തത്?
ഇവിടെ ജിന്നുമായി ബന്ധപ്പെട്ട ഇവിടെ ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായി. ഇപ്പൊ എന്താ പറഞ്ഞത്? ജിന്നില്ല എന്ന് പറയില്ല, അല്ല. അതിന്റെ ഖുർആനും സുന്നത്തുള്ള പഠിപ്പിച്ചു കൊടുത്തു. ഖുർആനുള്ള സുന്നത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ദലാലു മുബീൻ ഉണ്ടാവില്ല. ഖുർആനും സുന്നത്തും ഇല്ലാത്തതാണ് ദലാലു മുബീൻ. ആ ഖുർആനിലും സുന്നത്തിലും ഉള്ളത് ദലാലു മുബീനാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദലാലത്ത് പഠിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. അതപ്പോ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ കണ്ണേറുണ്ട്. നിങ്ങൾ പഠിക്കുന്നില്ലേ? വിശുദ്ധക്കാർ പറയുന്നു കണ്ണേറുണ്ട്. ഇവിടെ ആകെ പേടിച്ച് പറിച്ചിരിക്കുന്നു മുജാഹിദീങ്ങൾ. അമാനിയുടെ തഫ്സീർ നിങ്ങൾ വായിച്ചു നോക്കൂ. സൂറത്ത് യൂസുഫിന്റെ തഫ്സീർ നമ്മുടെതൊക്കെ പരപ്പനങ്ങാടിൽ വിശദമായി പറഞ്ഞതാണ്. അത് കേൾക്കാത്ത ആളുകളുടെ ആ പ്രസംഗമൊക്കെ കേൾക്കണം. അമാനി മൊലി വിശദീകരിച്ചിട്ടുണ്ട്. അത് അമാനി മൊലി വിശദീകരിച്ചുകൊണ്ട് എത്ര മുജാഹിദുകൾ അമാനി മൊലിയുടെ തഫ്സീർ വായിച്ചിട്ട് നിർഭയത്വം നഷ്ടമായി. എന്തെങ്കിലും ഒരു ആരോപണം പറയുമ്പോ അതിന് വസ്തുത വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കാര്യം ദീനിലുള്ളൊരു കാര്യം കൊണ്ട് ആ കാര്യത്തെ ആളുകൾ അനാവശ്യമായി കൊണ്ട് ഉപയോഗിക്കുകയും അതിനെ ദുർവ്യാഖ്യാനിക്കുകയും അതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുരുപയോഗത്തെ എതിർക്കലാണ് ബുദ്ധി. ഇപ്പൊ നാട്ടിൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാ കൊലപാതകം നടക്കുന്നപ്പോ ചില ആളുകൾ ഗവേഷണം നടത്തി, കത്തിയെടുത്ത് കുത്തിയാൽ അവൻ മരിക്കുമെന്ന് നീ വിശ്വസിച്ചത് കൊണ്ടാണ് നീ കൊല നടത്തിയത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കത്തി കൊണ്ട് കുത്തിയാൽ ഒന്നും പറ്റൂല എന്ന് വിശ്വസിക്കണം. എന്നാ കൊലപാതകം ഉണ്ടാവില്ല. ഇതാണ് ഇപ്പൊ ചില ബുദ്ധി കൂടിയ ആളുകളുടെ ഗവേഷണം. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, സിഹിർ ചെയ്താൽ ഫലിക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഇവിടെ സാഹിറന്മാരുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സിഹിറിന് ഫലമില്ല എന്ന് പറയണം. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പിന്നെ വയനാട് കടുവിറങ്ങി ഒരു പെണ്ണിനെ കൊന്നു. ആളുകൾ ഭയചകിതരായി. ഈ കടുവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കടുവല്ല എന്ന് വിശ്വസിക്കണം. അത് പേടിയില്ലല്ലോ. ഇമാരി പൊട്ടപ്പോയത്തം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിർഭയത്വം നഷ്ടപ്പെടുത്തി. ഇവിടെ എന്തൊക്കെ ദിക്റുകളും അനാചാരങ്ങളും സമുദായത്തിൽ പ്രചരിപ്പിച്ചിരുന്നു ആളുകൾ. എന്താ നമ്മുടെ മുൻഗാമി വെച്ചത്? ദിക്റില്ല എന്ന് പറയില്ല. ഉള്ള ദിക്റിനെയും ഇല്ലാത്ത ദിക്റിനെയും വേർതിരിച്ച് കാണിച്ചു കൊടുത്തു മുജാഹിദികൾ. അതാണ് ആളുകൾക്ക് നിർഭയത്വം കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ഹദീസുകൾ പഠിപ്പിച്ചാൽ ആളുകൾക്ക് ഇവിടെ നിർഭയരായിക്കൊണ്ട് ജീവിക്കാൻ കഴിയും. അതേ സമയത്ത് പടച്ചോനെ പേടിക്കണം. ആ പേടി ആ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ പടച്ചവൻ എന്തിനൊക്കെ ഭയപ്പെടണം, ശർനെ സൂക്ഷിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സൂക്ഷിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് നിർഭയത്വം നഷ്ടപ്പെടുത്തലല്ല. അതുകൊണ്ട് ജിന്നില്ല, സിഹിറില്ല, കണ്ണേറില്ല, ഒന്നുമില്ല, അവസാനം പടച്ചോനില്ല എന്ന് പറയേണ്ടടുത്ത് എത്തും. സഹോദരന്മാരെ, ഇങ്ങനെയാണ് ഈ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചില ആളുകൾ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് ഒരിക്കലും പ്രമാണങ്ങളെ നിഷേധിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിരുന്നില്ല. മഹാനായ KM മൗലവിയെ പോലെയുള്ള, വക്കം മൗലവിയെ പോലുള്ള, MCC സഹോദരന്മാരെ പോലെയുള്ള, PK മൂസ മൗലവിയെ പോലുള്ള പണ്ഡിതന്മാർ, അവർക്ക് ഈ നാട്ടിലൊക്കെ ജീവിച്ച മഹാരഥന്മാരാണ്. അവരുടെ നാവിലൂടെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സഹോദരന്മാരെ? ബുഖാരിയിലെ ഹദീസ് സ്വീകാര്യമല്ല, അജ്വാക്കാരക്കന്റെ ഹദീസ് സ്വീകാര്യമല്ല, അതുപോലെ തന്നെ സംസമിന്റെ വെള്ളം അത് യാതൊരു പുണ്യമല്ല, മഴവെള്ളം പോലെയുള്ള വെള്ളമാണ് എന്ന് PK മൂസ മൗലവിയുടെ നാവിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉമർ മൗലവിയുടെ സംസാരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാനായ അമാനി മൗലവിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? KM മൗലവിയുടെ വിക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിക്കാൻ കഴിയൂല. അവരൊന്നും അന്ധവിശ്വാസികളായിരുന്നില്ല. ആ വാദം ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ചേകനൂർ മൗലവി, അയാൾ സമസ്തയിലായിരുന്നു, പിന്നീട് മുജാഹിദിലേക്കൊന്നു, ജമാഅത്തിലേക്കൊന്നു, പിന്നെ അയാൾ ഇസ്ലാം തന്നെ പുറത്തുപോയി. അയാളിലൂടെയാണ് ഈ നിഷേധം കേരളത്തിൽ കണ്ടത്. എന്നിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഹദീസുകൾ നിഷേധിക്കുന്ന പ്രവണത തുടങ്ങി വെച്ചു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ നേരത്തെ അവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2002 സലഫി മൻഹജ് ആവശ്യമില്ല, അത് 5ാം മദ്ഹബാണ്, 6ാമത്തെ വിരലാണ് എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളിലൂടെയാണ് പിന്നീട് ചേകനൂരിന്റെ നാവിലൂടെ കേട്ട ആ വാചകങ്ങൾ ഇവരുടെ നാവിലൂടെയാണ് പിന്നീട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. എന്തൊക്കെ കേട്ടു?
അജുവാക്കാരൊക്കെ പരിഹസിക്കുന്നു. അതുപോലെ തന്നെ സിഹിറിന്റെ ഹദീസ് അംഗീകരിക്കുന്ന ആളുകളെ പരിഹസിക്കുന്നു, കണ്ണേറിനെ പരിഹസിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സഹോദരന്മാരെ, അവസാനം പറഞ്ഞു എവിടെ എത്തിച്ചാൽ മുജാഹിദുകളൊക്കെ ശിർക്കിലാണ് എന്ന് ആദ്യം പറഞ്ഞത് ആരാറിയോ? തൗഹീദുള്ള ആളുകൾക്കെതിരെ നിങ്ങൾ ചരിത്രം മനസ്സിലാക്കണം. തൗഹീദുള്ള ഇഖ്ലാസുള്ള മുവഹിദീങ്ങളായ ആളുകൾക്കെതിരെ ലോകത്ത് ആദ്യമായി കൊണ്ട് കുഫർ ആരോപണം ചരിത്രത്തിൽ മുഴങ്ങിയത് എവിടെ നിന്നാണ്? അത് ഖവാരിജിന്റെ നാവിൽ നിന്നാണ്. ഖവാരിജികളാ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ സഹാബത്ത് കാഫിറാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഖവാരിജികൾ പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? തൗഹീദ് വെച്ചപ്പോൾ പറഞ്ഞു. ശരിക്കും നിങ്ങൾ പോയിന്റ് മനസ്സിലാക്കണം. ഖവാരിജികൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിലുള്ള ആളുകളായിരുന്നു. പക്ഷേ തൗഹീദിൽ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ തൗഹീദ് സ്വീകരിക്കാൻ ഖവാരിജികൾക്ക് സാധിച്ചില്ല. അവസാനം എന്ത് ചെയ്തു? അവസാനം പറഞ്ഞു അലി റളിയല്ലാഹുവിന്റെ തൗഹീദ് നിന്ന് പുറത്തു പോയിട്ട് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ്, അലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശിയാക്കൾ വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ മറ്റു സഹാബിമാരെയും കാഫിറാക്കി. അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ സമസ്തക്കാർ വന്നു. സമസ്തക്കാർ വന്നിട്ട് എന്താ അവിടെ പറഞ്ഞത്? സമസ്തക്കാർ എഴുതി വെച്ചെന്താ അറിയോ? സമസ്തക്കാർ പറഞ്ഞു വഹാബികളും മൗദൂദികളും അതുപോലെ തന്നെ ഖാദിയാന്മാരും അറുത്ത സാധനങ്ങൾ നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം ചെല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറല്ലേ എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ചു നോക്കുക. മുസ്ലിമീങ്ങളെ കാഫറാക്കിയിട്ട സംസ്ഥാനത്തിന്റെ ഉദ്ഘാടനം. അത് കഴിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്കാർ വന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു മുജാഹിദികൾ രാഷ്ട്രീയ ശിർക്കിലാണ്, വോട്ട് ചെയ്താൽ ശിർക്ക്, സ്ഥാനാർത്ഥി നിർത്താൽ ശിർക്കിനാണ്. അതുകൊണ്ട് മുജാഹിദികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. പള്ളിയിൽ ഒരു ഇമാമും റോട്ടിലൊരു ഇമാമും. നിങ്ങൾ പള്ളിയിൽ സംഘടനയിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി അതുപോലെ തന്നെ PN ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നിങ്ങളുടെ രാഷ്ട്രീയത്തിന് നേതാവ് അങ്ങനെ റസൂലുള്ളാഹിക്കുണ്ടോ? അതുകൊണ്ട് മുജാഹിദ് രാഷ്ട്രീയ ശിർക്കില. ആയിക്കോട്ടെ, അപ്പൊ അതൊക്കെ മാറിയിട്ട് അത് വേറെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. മുജാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിച്ച് ആരൊക്കെ വന്നിട്ടുണ്ടോ ഓർക്കൊക്കെ തിരുത്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാരോട് ചോദിച്ചാൽ മതി. അവസാനം തബ്ലീഗുകാർ വന്നു. ഓല് പറഞ്ഞു ചോറ് വെച്ച് വളർന്നു നിറ ശിർക്കാണ്, ഓലെ പുതിയ ശിർക്കാണ്, സൂഫികളുടെ ശിർക്ക്. അങ്ങനെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം മർക്കസ് ദാവക്കാർ വന്നു. മർക്കസ് ദാവ നമ്മുടെ 2002 വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ. പക്ഷെ 2002 നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം അവർക്ക് തൗഹീദിൽ പിഴവ് സംഭവിച്ചു. എന്താ പിഴവ്? അബോധികമായ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് ഇക്കാലം വരേക്കും പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണമായിരുന്ന ശബാബ് വാരികയിൽ ലേഖനം വന്നു. എന്താ ലേഖനം? അബോധിക ശക്തി അല്ലാഹു മാത്രമോ, അഥവാ ജിന്നും മലക്കുകളുമൊക്കെ അബോധിക ശക്തികളാണ് എന്ന് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിലുള്ള മുജാഹിദുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് AP അടക്കമുള്ള ആളുകൾ അവർ മുശ്രിക്കുകളാണ്. ഇതാ മൗലവി വിഭാഗം മുശ്രിക്കുകൾ. സലാം സുല്ലൻ. ഇതെവിടുന്ന് തുടങ്ങിയതാ? ഇത് ഖവാരിജികളിൽ നിന്ന് തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി വന്ന് അവസാനം KNMനെതിരെ ഇതാ നിങ്ങൾ ശിർക്കിലാണെന്ന് പറഞ്ഞു. എപ്പോഴാ പറഞ്ഞത്? ശരിക്കും മനസ്സിലാക്കണം. തൗഹീദ് തെറ്റിയപ്പോ. സ്വന്തം തൗഹീദ് തെറ്റുമ്പോ മറ്റുള്ളവരൊക്കെ മുശ്രിക്കാൻ തോന്നും. അതതിന്റെ അസുഖം. ഖവാരിജിങ്ങൾക്ക് എപ്പോഴാ അലി റളിയല്ലാഹു അൻഹു കാഫിറാൻ തോന്നിയത്? ഓരോ തൗഹീദ് തെറ്റിയപ്പോ. ഇപ്പൊ സ്വന്തം തൗഹീദ് പോയാൽ, കാരണം നമ്മളെ തൗഹീദിൽ പൊട്ട തൗഹീദിൽ ഇല്ലാത്തവരൊക്കെ മുശ്രിക്കാൻ തോന്നുന്ന ഒരു അസുഖം അത് ഖവാരിജികൾ തുടങ്ങി വെച്ചതാണ്. ഈ തുടങ്ങി വെച്ച സമസ്തയിലൂടെ, ജമാഅത്തെ ഇസ്ലാമിയിലൂടെ, മർക്കസ് ദാവയിലൂടെ അങ്ങനെ കടന്നു വന്നു. എന്നിട്ട് മാത്രമല്ല അവസാനം എത്തിയും ചോദിച്ചാൽ പച്ചയായിക്കൊണ്ട് ശിർക്കാരോപണം. ബഹുമാനനായ സക്കരിയ സലഹ് റഹിമഹുല്ലാ അദ്ദേഹം KNMലുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് അലി മദനി പറയുന്ന ഒരു സംസാരം നിങ്ങൾ കേട്ടോളൂ.
ജിന്നുകളെ വിളിച്ചു തേടി ആരാധിച്ച് അവയെ പൂജിക്കാം എന്ന് പറഞ്ഞതിലൂടെ മാത്രമല്ല സക്കരിയ മുശ്രിക്കായത്. ബോധപൂർവ്വമാട്ടോ പറഞ്ഞത്. സക്കരിയ മുശ്രിക്കായത് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യാമെന്ന വാദത്തിലൂടെ മാത്രമല്ല. അപ്പൊ എന്താ പറഞ്ഞത്? സക്കരിയ മുശ്രിക്കാണ്. ബോധപൂർവം പറഞ്ഞു, ഒരു ബോധമില്ലാതെ പറഞ്ഞൊന്നുമില്ല. ഇതാര് പറഞ്ഞതാ? തൗഹീദുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശിർക്കാരോപണം നടത്തിയത് ഇവിടെ സമസ്തക്കാരാണ്. ആ പണി ഇയാൾ ഏറ്റെടുത്തു. അന്ന് ഒന്നിച്ച് KJ പ്രസിദ്ധീകരിച്ച പുസ്തകം കൈ പിടിച്ചിട്ട് അവര് പറഞ്ഞത് എന്താ? സക്കരിയ മൗലവി റഹ്മത്തുള്ളാഹി അദ്ദേഹം മുശ്രിക്കാകാനുള്ള കാരണം ഒരു സാഹിർ, ആ സാഹിർ ആ പിശാചിനെ പൂജിക്കുമ്പോൾ ആ പൂജിച്ചാൽ പിശാച് ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അത് ഖുർആനിലും ഹദീസിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഖുർആനിലുള്ള ഹദീസ് കാര്യങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം മുശ്രിക്കാണ്, പേരെടുത്തുകൊണ്ട് മുശ്രിക്കാക്കി. ഇതവിടെ നിന്നോ? അത് 2012 വരെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് അതിന് കൃത്യമായി പ്രാമാണികമായി മറുപടി കൊടുത്തു എന്ന് മാത്രമല്ല, അവർ ആ വാദം പരസ്യമായി കൊണ്ട് തന്നെ പറയാൻ മടിക്കുന്നൊരു കാലഘട്ടമുണ്ടായി. അവസാനം നമ്മൾ റിലേ ഉണ്ടല്ലോ, ഒരാൾ ഓടിക്കൊങ്ങുമ്പോൾ മറ്റേക്ക് വടി കൊടുക്കല്. അതുപോലെ 2002 മുതൽ 2011 വരെ നമ്മുടെ ചില സഹോദരന്മാർ ജിന്നായിട്ട് ഓടി. അവസാനം ജിന്നും വണ്ടി കാലിയാകാൻ തുടങ്ങി. ടയറൊക്കെ പഞ്ചറായപ്പോ വേറെ ടീം ഇറങ്ങി. ഇവിടെ വിശദീകരിച്ചല്ലോ. ആ ടീമിൽപ്പെട്ട ഒരാളുടെ സംസാരം കൂടി കേട്ടോളി. അല്ലാണ്ട് തേടമാര് ജിന്നോട് തേടും നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല. കപടന്മാരാ നിങ്ങള്, ബഹുദൈവ വിശ്വാസികളാ നിങ്ങള്. അതൊക്കെ മാറ്റിയിട്ട് തൗഹീദിലേക്ക് സന്തോഷത്തോടെ കടന്നു വരൂ. ആരാ ഈ ഇരിക്കുന്നതൊക്കെ ബഹുദൈവ വിശ്വാസികളാണ്. അപ്പൊ ഈ തന്നെ നമ്മളൊക്കെ ബഹുദൈവ വിശ്വാസികളാണ്. എന്താ ഈ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ? ഒന്നിൽ കൂടുതൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. അപ്പൊ നമ്മൾ ഒരു ദൈവം ആരാണ്? അള്ളാഹ്. രണ്ടാമത്തെ ദൈവം ആരാണ്? ജിന്ന്. ഞാൻ ചോദിക്കുന്നു പുളിക്കല് വെച്ചുകൊണ്ട്, ഇയാൾ പറഞ്ഞത് KNMന്റെ ഔദ്യോഗിക അഭിപ്രായമാണോ? എങ്കിലൊന്ന് തുറന്നു പറയണം. ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ ബഹുദൈവ വിശ്വാസികളാണോ എന്നതാണോ KNMന്റെ അഭിപ്രായം? അതല്ല, മറുപടി വാദമില്ല എന്നാണോ? അതാണെങ്കിൽ വേറെ പറയും, അടുത്ത് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ വാദമാണോ? എങ്കിലും തുറന്നു പറയണം. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് നിങ്ങളെന്നാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പച്ചയായ മുശ്രിക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എവിടുന്ന് തുടങ്ങിയത്? അവിടെ ഖവാരിജിൽ നിന്ന് തുടങ്ങി അവസാനം ഈ അവന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, അവിടെ എത്തി. ഇത് KNMന്റെ ഔദ്യോഗിക വേദിയിൽ നിന്നാണ് പ്രസംഗിച്ചത്. ഇതുവരെ ഈ പ്രസംഗിച്ചത് തെറ്റാണെന്ന് പറയാൻ ഒരു KNMകാരന്റെ നാവ് ഒന്തിയിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതല്ലേ നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരു പടപ്പിനോടും, അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും കല്ലാണെങ്കിലും മരമാണെങ്കിലും ഊടിലും ഉറക്കിലും അതുപോലെ തന്നെ അങ്ങാടിയാണെങ്കിലും കടലിലാണെങ്കിലും ആഴക്കടലിലാണെങ്കിലും എവിടെയാണെങ്കിലും പടച്ച റബ്ബല്ലാതെ പ്രാർത്ഥിക്കാൻ അർഹതയില്ലെന്നും ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് പടച്ച റബ്ബ് മതി, വരമേൽപ്പിക്കാൻ അല്ലാഹ് മതി എന്ന് പറഞ്ഞ് നടക്കുന്ന, ഈ രാവും പകലും തൗഹീദ് മാത്രം ഉച്ചരിച്ച് നടക്കുന്ന ഈ മുവഹിദികളെ ബഹുദൈവ വിശ്വാസികളും നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിനൊക്കെയാണ് അതൂബു ഇലല്ലാഹ് എന്ന് പറയണ്ടേ. എത്ര ഗൗരവമുള്ള വിഷയമാണ്. കബറത്ത് കലിമത്തുൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. ക്രിസ്ത്യാനികളെ പറ്റിയും ജൂതന്മാരെ പറ്റിയും അല്ലാഹ് പറഞ്ഞ വാക്കാണ്. അതാണ് ഇവരെ പറ്റി നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ ഈ ഒരു ദുരാരോപണം ഈ ആളുകൾ നടത്തിയത്? എത്ര ഗുരുതരമായ ആരോപണമാണിത്. ഈ ആരോപണത്തിന് ഇന്നിവർ കൂട്ടുപിടിക്കുന്നതോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം എഴുതിയൊരു വാചകം, ആ വാചകത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇന്ന് മുജാഹിദുകളെല്ലാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ അവരൊക്കെ തന്നെയും ശിർക്കിലേക്ക് പോയിരിക്കുന്നു. എന്താണ്? 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുൽ ജബ്ബാർ അദ്ദേഹം എഴുതിയിരിക്കുന്ന ലേഖനം, ജബ്ബാർ മൗലവി എഴുതിയിരിക്കുന്ന ലേഖനം, ആ ലേഖനം പൊക്കി പിടിച്ചുകൊണ്ടാണ്
ഇന്ന് ചില ആളുകൾ അതാ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ അവർ ശിർക്ക് ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാള് ജിന്നെ കാക്കണെന്ന് വിളിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറയുന്നു. അത് പച്ചയായി ശിർക്കാൻ, അത് ശിർക്കുൻ ബയ്യിനാണ്, അതുപോലെ തന്നെ മുത്ലഖൻ ശിർക്കാൻ എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേട്ടാ തോന്ന ജിന്ന് ആ ജിന്നിനും കീശിട്ടടക്കണ, അല്ലെങ്കിൽ മരുഭൂമി പോയി കിട്ടിയിട്ട് വേണം ജിന്നിനെ വിളിക്കാൻ വിചാരിക്കുന്ന ആളുകളാണ് വിസ്തക്കാരെന്നാണ്. സഹോദരന്മാരെ, അത് ദുരാരോപണമാണ്. അല്ലാഹു അല്ലാതെ അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരെ. ആ വിളി ഉച്ചേശ്വരം പ്രഖ്യാപിച്ചവരാണ് മുജാഹിദുകൾ. ഞങ്ങൾക്ക് പടച്ചോ മതി, ഒരു ജിന്നും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ജിൻ പിന്നെ വിസ്തം വിഭാഗം അതിന്റെ ആളുകൾ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് വായ തുറന്ന് പറഞ്ഞ ആളുകൾ, അവരുമായിക്കൊണ്ട് പല കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. എങ്കിൽ അത്തരം ആളുകളുമായിക്കൊണ്ടൊക്കെ കുടുംബത്തിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ കേന്നമില്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ആ ഒരു വിസ്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കി, നിങ്ങൾ എപ്പോഴാ ജിന്നിനെ ആരാധിക്കല്? നിങ്ങൾ എപ്പോഴാ ജിന്നിനെ വിളിക്കല്? ഉണ്ടോ? പിന്നെ എന്തിനാണ് ഈ ദുരാരോപണം? അബ്ദുൽ ജബ്ബാർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ലേഖനം, ആ ലേഖനം ഇത് 2007 ഏപ്രിൽ മാസത്തിൽ എഴുതിയതാണ്. അത് കഴിഞ്ഞിട്ട് 2011 ഈ ലേഖനത്തിൽ ശിർക്കുണ്ട് എന്ന് KNM കണ്ടെത്തുന്നത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കേരളത്തിലുണ്ടായത്? ശിർക്കിനെതിരെ ശബ്ദിക്കാൻ. എന്നിട്ട് കൊച്ചിയിലെ മുഖാമുഖത്തിൽ ഇവിടെ പ്രസംഗിച്ച അനസ് മൗലവി എന്താ പറഞ്ഞത്? ഇത് തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്കാൻ. തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാത്ത വേറെ ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന്റെ ഇലാഹി, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ പങ്കുചേർക്കുന്ന ശിർക്കാണ് ജബ്ബാർ മൗലവി എഴുതിയിരിക്കുന്നത് എന്ന് കൊച്ചി മുഖാമുഖത്തിൽ പ്രഖ്യാപിച്ചു. ഞാൻ ചോദിക്കുന്നു, പുളിക്കൽ വെച്ചുകൊണ്ട് ഈ KJUവിന്റെ ആസ്ഥാനത്ത് വെച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്താണ് KJUവിന്റെ പണ്ഡിതന്മാർക്ക് എന്തായിരുന്നു പണി? ഇത്രയും വലിയ തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന, ഈ തൗഹീദ് റുബൂബിയത്ത്, തൗഹീദുൽ ഉലൂഹിയത്തിനെ പൊളിച്ചു കളയുന്ന ഒരു ലേഖനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജുഹൈൽ വന്നിട്ട് 5 കൊല്ലം ഗവേഷണം നടത്തിയിട്ടാണ് ആ തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്ക് കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ കൂട്ടി വേറെ വല്ല പണിക്കും പോയിക്കൂടെ നിങ്ങൾക്ക് എന്ന് ചോദിക്കാൻ ആളുകൾ ഉണ്ടാവും ഇവിടെ. ഈ തൗഹീദ് മനസ്സിലാക്കി അത് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയതെങ്കിൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ഉള്ളിൽ തന്നെ തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിച്ചിട്ട് അത് മനസ്സിലാക്കാൻ 5 കൊല്ലം എടുക്കേണ്ടി വന്നു. എത്ര ഗുരുതരമായ ആരോപണമാണ്. അപ്പൊ നേരത്തെ വൈസനൂല് പറഞ്ഞതുപോലെ ഇസ്ലാഹൊന്നുമല്ല വിഷയം, വേറെ ചില ആളുകൾക്ക് ഇഫ്സാദാണ് വിഷയം. ഇത് ഇസ്ലാഹ് ആണെങ്കിൽ ഈ ഇസ്ലാഹിന്റെ പേര് ചില ആളുകൾക്ക് ഇഫ്സാദ് ഉണ്ടാക്കണം, ഫസാദ് ഉണ്ടാക്കണം. അവിടെ പ്രശ്നം ഉണ്ടായത് മനസ്സിലായോ? ഇനി ഈ ലേഖനം എന്താ ലേഖനത്തിലുള്ളത്? അബ്ദുൽ ജബ്ബാർ മൗലവി ആർക്കാണ് മറുപടി? ഈ മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തൗഹീദ് മാറ്റിയപ്പോ ജിന്നും മലക്കും അബൗദികമാണ് എന്ന് വിശ്വസിക്കണം, ആ ജിന്നും മലക്കും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ അമ്പലക്കടവ് ഫൈസ രംഗത്ത് വന്നപ്പോ അമ്പലക്കടവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മൗലവി മറുപടി കൊടുത്തതാണ്. ആ മറുപടി പൊക്കിപ്പിടിച്ചുകൊണ്ട് ചില ആളുകൾ അത് ശിർക്കാണെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞ അലി മദീനി ടീമും. പക്ഷെ അന്ന് അനസ് മൗലവി അടക്കമുള്ള ആളുകൾ, ഞാൻ അനസ് മൗലവിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾ ചില ആളുകൾ എന്താ വെച്ചാൽ തെറ്റിദ്ധരിക്കണം വെച്ചാൽ, ഇപ്പൊ വിസ്തക്കാർക്കുള്ള ആകെ തെളിവെന്താണ്? അനസ് മൗലവി. നിങ്ങൾ കബർക്ക് പോകുമ്പോ ക്ലിപ്പ്, മലക്ക് കബർന്ന് ചോദിക്കുമ്പം ക്ലിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ക്ലിപ്പ് മലൊന്നും ജീവിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ ഞങ്ങൾ എന്തിനാണ് അനസ് മൗലവി ക്ലിപ്പിടുന്നത്? ഇത് അനസ് മൗലവിയുടെ പോരിശ പറയാനോ അദ്ദേഹത്തിന്റെ ചൊറുക്ക് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒച്ച കേൾപ്പിക്കാനോ അല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. പിന്നെന്തിനാ അറിയോ? അനസ് മൗലവി പുളിക്കലങ്ങാടി വന്നിട്ട് മറ്റേ സാധാരണ തെരുവച്ചോടക്കാരുണ്ടാവുമല്ലോ, ഒരു ചെറിയ 10 റുപ്യന്റെ 5 റുപ്യന്റെ ഒച്ച ഉണ്ടാവണം മൈക്കുണ്ടാക്കിയിട്ട് വല്ല തൈലൊക്കെ വിൽക്കണ കച്ചവടക്കാരുണ്ടാവും. അങ്ങനെ തൈലം വിൽക്കണ കച്ചവടക്കാര് ഏതെങ്കിലും മൈക്കെടുത്ത് പുളിക്കലങ്ങാടി പ്രസംഗിച്ചാൽ, അത് അനസ് മൗലവി പ്രസംഗിച്ചാൽ നമ്മൾ ആരും ക്ലിപ്പിടാൻ പോകില്ല.
അവിടെ പ്രസംഗിച്ച് പോയിക്കോട്ടെ. പക്ഷേ അനസ് മൗലവി പ്രസംഗിച്ചത് KNMന്റെ വേദിന്നാണ്. KNMന്റെ ബാനർ വെച്ചുകൊണ്ടാണ് അനസ് മൗലവി പ്രസംഗിച്ചത്. അത് അനസ് മൗലവിന്റെ ആദർശമല്ല, KNMന്റെ ആദർശമാണ്. ആ KNMന്റെ ആദർശമാണ് അനസ് മൗലവി പ്രസംഗിച്ചത്. അതുകൊണ്ട് KNMന്റെ ആദർശം ഇതാണ് എന്ന് പറയാൻ അന്ന് പ്രസംഗിച്ച് അനസിന്റെ ക്ലിപ്പിടും. അത് അനസിന്റെ ക്ലിപ്പല്ല, KNMന്റെ ക്ലിപ്പാണ്. മനസ്സിലാക്കിക്കോ. അനസിന്റെ ക്ലിപ്പ് ഇട്ടോന്ന് പറയണ്ട. സംസാരിക്കുന്ന അനസാണെങ്കിലും ആദർശം KNMന്റെതാ. എന്തായിരുന്നു KNMന്റെ ആദർശം? ഇത് ശിർക്കുണ്ടെന്നാണോ? ഇത് ശിർക്കുണ്ടെന്നാണോ? ഇവിടെ മുഖാമുഖത്തിൽ പോലും പറഞ്ഞില്ലേ, ഇത് ചച്ചിയായിക്കൊണ്ട് ശിർക്കാൺ. ഇതാണ് ഇവിടെ പ്രശ്നമുണ്ടായത്. ആദ്യം ചെറിയ മുണ്ടമേതി, ചെറിയ മുണ്ട തൗഹീദ് പഴച്ചു. പിന്നെ ആ ചെറിയ മുണ്ടത്തിന്റെ പിഴച്ച തൗഹീദ് ജബ്ബാർ മൗലവി ഏറ്റെടുത്തു. ആ ജബ്ബാർ മൗലവിയുടെ പിഴച്ച തൗഹീദ് വിസ്തം ഏറ്റെടുത്തു. അതുകൊണ്ട് വിസ്തമൊക്കെ ബഹുദൈവ വിശ്വാസികളാണെന്നല്ലേ. എന്നാൽ ഈ ബഹുദൈവ വിശ്വാസം, നിങ്ങളിപ്പോൾ പറയുന്ന ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ബഹുദൈവ വിശ്വാസം, ഇതിന് ന്യായീകരിച്ചുകൊണ്ട് KNM 5 കൊല്ലം നടന്നിട്ടുണ്ട്. അത് തെളിയിക്കാനാണ് ഞങ്ങൾ അനസ് മൗലവിന്റെ ക്ലിപ്പിടുന്നത്. കേട്ടോളൂ, അദ്ദേഹം പറയട്ടെ. എന്നാൽ എന്താണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇതേ ഇസ്ലാഹിൽ തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതിയൊക്കെ വായിച്ചല്ലോ. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി വിവരമുള്ളവരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പോഴന്മാരല്ല, വിവരമുള്ളവരാണ്. ഹുസൈൻ സലഫി, ഡോക്ടർ സക്കരിയ സലഫി, അബ്ദുൽ ജബ്ബാർ മൗലവി, ഇങ്ങനെ എണ്ണി മൂപ്പര് വായിച്ചു എന്നാ. മൂപ്പര് ഇവരൊക്കെ ഉള്ള ടീമാണ്, ആ ഗണത്തിലാന്ന് വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി അവരൊക്കെ മുജാഹിദുകൾ തന്നെയാണ് എന്ന് മനസ്സിലായി. എന്നാൽ ഇയാൾ ഇത് വെച്ചിട്ട് പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാണ്, 22 ക്യാരറ്റ് ശിർക്കാണ് എന്നാണ്. അപ്പൊ ഈ ഇസ്ലാഹിലെ ലേഖനം വെച്ചിട്ട് അലിമദനിയും കരിമ്പിലാക്കലും പറഞ്ഞത് 22 ക്യാരറ്റ് ശിർക്ക. അപ്പൊ നമ്മളെ KNMന്റെ ഇപ്പത്തെ വാദപ്രകാരം എത്ര ക്യാരറ്റ് ആവും? 22 ക്യാരറ്റ് ഓർക്ക് ശിർക്കാണ്. പക്ഷെ ആ ക്യാരറ്റ് അനസ് മൗലവി പൊളിച്ചു കൊടുക്കുകയാണ്. അത് ശിർക്കല്ല എന്ന് പറയട്ടെ. മലക്കുകളെ വിളിച്ചിടാൻ പറഞ്ഞു അത്രേ. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വാചകം കൊണ്ട് അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല. അത് വിശദീകരിച്ചിട്ടുണ്ട്, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിഷയം അത് വിശദീകരിക്കുന്നതിനപ്പുറം മടവൂരികളോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴും യുവത പ്രസിദ്ധീകരിക്കുന്ന ബുക്കായത് നിങ്ങളുണ്ടല്ലോ. 2007 ഏപ്രിൽ ഇസ്ലാഹ് എന്ന് പറഞ്ഞ് വായിക്കണ്ട. യുവത എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. പറ്റാത്ത ആളാണെങ്കിൽ പറയണം. പറ്റാത്ത ആളാണെങ്കിൽ പറയണം. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. കേട്ടോളൂ. അതുപോലെ മുമ്പൊരു കാര്യം പറഞ്ഞിട്ട്, അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, വിജനപ്രദേശം വെച്ചാൽ ആളില്ലാത്ത പ്രദേശം, ആളില്ലാത്ത പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും, ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല. ഒന്നുകൂടി കേട്ടോ, എഴുതി വെച്ചോ, പഠിച്ചോ. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് വായിച്ചില്ലേ? തത്തുല്യമായ വാചകമാണ് പറയുന്നത്. എന്താ പറയുന്നത്? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. എത്ര ക്യാരറ്റായത്? എത്ര ക്യാരറ്റ് ശിർക്കാ? ഇസ്ലാമിൽ എഴുതുമ്പോ 22 ക്യാരറ്റ് കൂടും, മടവൂരി എഴുതിയ ക്യാരറ്റ് കുറയും. അതങ്ങനെയാണ്. കാര്യം ക്യാരറ്റ് ഇല്ല ഇതില്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കുന്നു, അനസ് മൗലവി അന്ന് നിങ്ങള് എത്ര ക്യാരറ്റാന്ന് ചോദിച്ചു. ഞങ്ങൾ ഇപ്പൊ ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾക്ക് എത്ര ക്യാരറ്റാ? ക്യാരറ്റ് കുറഞ്ഞോ കൂടിയോ? നിങ്ങൾ പറയണം. ഇവിടെ പറഞ്ഞല്ലോ, ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ്. അതിന് ഖുർആനിൽ ആയത്തുണ്ട്, മുത്തലഖൻ ശിർക്കാൻ. അതിന് ഖുർആനിൽ ആയത്തുണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ആ ആയത്ത് എവിടെയായിരുന്നു? 2000 ഏപ്രിൽ മാസം എഴുതിയ ഈ ഇസ്ലാഹ് മാസിക അത് 22 ക്യാരറ്റ് ശിർക്കാണെന്ന് പറഞ്ഞപ്പോൾ അത് ശിർക്കല്ല, അത് ചെറിയ മുണ്ടം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച നിങ്ങൾ ഇപ്പൊ പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആയത്തിട്ടിയത്, ഇപ്പോൾ കിട്ടിയ ആയത്ത് മാത്രമല്ല, ഇത് ജബ്ബാർ മൗലവി മാത്രമല്ല എഴുതിയിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ
ചെറിയ മുണ്ടും അദ്ദേഹത്തിന്റെ ശബാബിൽ, ഇത് 2001 2001 അന്ന് വിസ്തൊന്നുമില്ല. ചെറിയ മുണ്ടും അന്ന് വിസ്തത്തിന്റെ ആളുമല്ല. എന്താണ് കലിമത്തുള്ളയും ഇബാദുള്ളയും ശിർക്കിന് തെളിവോ? അഥവാ യാ ഇബാദുള്ള എന്ന ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് ശബാബ് കൊടുത്ത മറുപടിയാണ്. അതിൽ കൃത്യമായി കൊണ്ട് അതിൽ പ്രാർത്ഥനയില്ലെന്നും, ഇത് അൽ ബിദായ വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ പേര് യാ ഇബാദുള്ള ഐഖിസുനി എന്ന് 2 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു എന്നല്ലേ ഉള്ളത്. അഹ്മദ് ബിൻ ഹംബൽ എന്ന പണ്ഡിതൻ വഴിതെറ്റിയപ്പോൾ യാ ഇബാദുള്ള ദല്ലൂനി അല തരീഖ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുവെന്നാണുള്ളത്. അള്ളാഹുവിന്റെ ദാസന്മാരെ എനിക്ക് വഴി കാണിച്ചു തരൂ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും തനിക്ക് വഴി അറിയിച്ചു തരണമെന്ന അഭ്യർത്ഥിയാണത്. അബോധികമായ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല അതിൽ അടങ്ങിയിട്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു CD ടവറുകാരോടും മർക്കസ് ദേവക്കാരോടും, നിങ്ങൾ പ്രസിദ്ധീകരിച്ച ശബാബ് വാരികയാണിത്. മർക്കസ് ദേവക്കാർ ഇത് പറയുന്നത് ശിർക്കാണ്. ഞാൻ പറയുന്നത് ചെറിയ മുണ്ടും ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? 2001 മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലായിരുന്നോ? അതല്ല അന്ന് കിട്ടാത്ത ആയത്ത് ഇപ്പം മനസ്സിലായതാണോ? എങ്കിലത് പറയണം. അങ്ങനെ ഉണ്ടാവില്ല ചില ആൾക്കാർക്ക്. ഇനി ഇത് 2001 മാത്രമല്ല, ഇത് മഹാനായ ഉമർ മൗലവി 971 ശബാബ് സൽസബീലാണ് ഇതേ വാചകം, ചെറിയ മുണ്ടം ആണി പിഴച്ചവാദം തുടങ്ങിയത് എന്ന് അനീഫ് കായക്കൊടി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ചെറിയ മുണ്ടം തുടങ്ങിയതല്ല, ഇത് മുസ്ലിം ലോകത്ത് പണ്ടക്കും പണ്ടേ ഉള്ളതാണ്. നിങ്ങൾ പുതിയ തൗഹീദ് ഉണ്ടാക്കിയപ്പോ ചെറിയ മുണ്ടം ഔട്ടായി, ഉമർ മൗലവി ഔട്ടായി. എന്താ ഉമർ മൗലവി പറഞ്ഞത്? ഇതേ യായിബാദയുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉമർ മൗലവി സൽസബിയിൽ കൊടുക്കുന്ന മറുപടി എന്താ? ഒരു വിജന പ്രദേശത്ത് ഒറ്റക്കകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊണ്ടുപോയി സന്ദർഭം വ്യക്തമായി നിർണയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീൻ ശേഖനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസ് ലഭിക്കുന്നത്. സഹായിക്കാൻ ആരെയും കാണാതെ അത്യന്തം വിഷമത്തിലകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിപുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ വന്നെത്തും ഒന്ന് പ്രതീക്ഷിക്കാം. അതാണ് ഹദീസിലെ ഉപദേശം. ഞാൻ ചോദിക്കുന്നു, ഇത് എഴുതിയത് അബ്ദുറഹ്മാൻ മദനി പാലത്താണ്. അദ്ദേഹം ഇന്ന് KNM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ടോ? മാത്രമല്ല, ഉമർ മൗലവി ഈ മറുപടി അദ്ദേഹം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? അതേ വിശദീകരിച്ചിട്ട് കാണാം. ഈ മറുപടിയിലുള്ളത് സൽസബീലിന്റെ അഭിപ്രായം തന്നെയാകുന്നു. അപ്പൊ ഇത് സൽസബീലിന്റെ അഭിപ്രായമാണ്. അപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കണ്ടക്കും മണ്ടുള്ള തൗഹീദാണത്. ആ തൗഹീദ് തന്നെയാണ് ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ളത്. ആ തൗഹീദ് അന്ന് തൗഹീദ് തെറ്റിയപ്പോ മടവൂർ വിഭാഗത്തിന് ശിർക്കായി. ഇപ്പൊ KNM-ന് തൗഹീദ് തെറ്റിയപ്പോ അവർക്കും ശിർക്കായി. അതിനിപ്പോ നമ്മളെന്താ കാട്ടണ്? നിങ്ങൾ വഴി തെറ്റി തൗഹീദിന്റെ വഴിയിൽ തെറ്റിപ്പോയപ്പോ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ശിർക്കാണെന്ന്. ഏതുപോലെ ഞാൻ പറഞ്ഞല്ലോ, മടവൂർ വിഭാഗം അവർ ജിന്നുബാധ അന്ധവിശ്വാസം എന്ന് പറയുന്നു. പക്ഷെ ഖുർആനിലുണ്ട്, അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് അന്ധവിശ്വാസമായി, നിങ്ങൾ വഴിതെറ്റിയത് കൊണ്ട് നിങ്ങൾക്ക് അന്ധവിശ്വാസമായി. അതിന് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഉത്തരവാദിയല്ല. പിന്നെ ജിന്നുകളെ വിളിച്ച് തേടാമെന്ന് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എഴുതിയോല് മർക്കസ് ദേവക്കാരാണ് അത് എഴുതിയിട്ടുള്ളത്. എവിടെ എഴുതി അറിയാം? അത്തൗഹീദിലാണ്. അത്തൗഹീദ് റദ്ദ തൗഹീദ് മനസ്സിലാക്കിക്കൊള്ളു. പ്രത്യേക തൗഹീദാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദല്ലേ. എന്താ തൗഹീദിൽ എഴുതിയത്? മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. മരുഭൂമിയിലെത്തിയാൽ അള്ളാനെ വിളിക്കണം എന്നല്ല, മരുഭൂമിയിൽ പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. പദ്യം നമ്മൾ പരപ്പനങ്ങാടി പറഞ്ഞു. അപ്പോ അവിടെ മറുപടി എന്താ അറിയോ? അത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. അള്ളാനെ വിളിച്ചാൽ അള്ള മലക്കുകൾ പറഞ്ഞേക്കും, അത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു, എന്തിനാ ഉറക്കെ വിളിക്കുന്നത്? മെല്ലെ വിളിച്ചാ പോരെ? അതോ റബ്ബക്കും ഖുഫിയ, നിങ്ങൾ അള്ളാഹുവിനെ മെല്ലെ വിളിച്ചാൽ മതി എന്നല്ല പറഞ്ഞല്ലേ? ഉറക്കെ വിളിക്കണം എന്താ ഞാൻ പറഞ്ഞത്? അപ്പൊ പിന്നെ ഉണ്ടാട്ടില്ല. മരുഭൂമിയിലെത്തിയാൽ ഉറക്കെ വിളിച്ചോ, മലക്കുകൾ രക്ഷക്കെത്തും. ഇത് ഇതെങ്ങാനും പിന്നെ നേർപ്പദത്തിലോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സംസാരത്തിലോ ആണെങ്കിൽ പടച്ചോനെ ഭൂമി ലോകത്ത് ഏഴ് ആകാശത്തും അതിന്റെ താഴത്തെത്തിണ്ടാവും. അതൊക്കെ
പച്ചയായ ശിർക്ക്. ഇതാണ് തീർക്കില്ലാത്തവനെതിരെ ശിർക്ക് ആരോപിച്ചാൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ തിരിച്ചിങ്ങോട്ട് വരും. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ യാ ഇബാദുള്ളയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ആണല്ലോ ഇവിടെ ചർച്ച ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആ തർക്കമില്ലാത്തിരുന്ന മുജാഹിദ് പ്രസ്ഥാനം ഉമർമൗലവി എഴുതി, സൽസബിൽ വന്നു, അതുപോലെ തന്നെ പിന്നെ ഷബാബിൽ വന്നു, ഒന്നും ആർക്കും തർക്കമില്ല. അപ്പൊ തർക്കം ഉണ്ടാക്കണം ചില ആൾക്കാർക്ക് ആഗ്രഹം. അപ്പൊ ചില ആൾക്കാർ പറയാണ് യാ ഇബാദൊന്ന് ചർച്ച ചെയ്യണം, നമ്മള് ആ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളെ കേട്ടോളി. ജബ്ബാർ മൗലവി എന്നല്ലോ കേട്ടോ പറഞ്ഞ്, ശരിക്കും കേട്ടോളി ആരാ. എന്നാലും ഈ വിഷയം ആളുകളുടെ ഇടയിൽ ബാക്കിയാണ്. ജമിയത്തുൽ ഉലമയുടെ ഒരു ദൗറയിൽ ഞാനാണ് ആവശ്യപ്പെടുന്നത്, നമുക്ക് യാ ഇബാദല്ലാഹ് അയ്നുനി എന്ന ഹദീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. മതി. അപ്പൊ ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ ഈ സംഗതികളൊക്കെ എഴുതി, ജബ്ബാർ മൗലവി എഴുതി, പിന്നെ ചെറിയ മുണ്ട എഴുതി, അതുപോലെ തന്നെ ഉമർ മൗലവി സൽസബിൽ എഴുതി. അന്നൊന്നും പ്രശ്നമല്ല. അപ്പൊ ഇനി പ്രശ്നം ഉണ്ടാക്കണം, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. അപ്പൊ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അത് ചർച്ചയാകണം. അപ്പൊ ഞാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത് എന്ത്, ഈ പുളിക്കലിൽ ജാമിയ സലഫിയിൽ നടക്കുന്ന KJUവിന്റെ ദൗറകളിൽ ആ വിഷയം ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്തു. അവസാനം ചർച്ച ചെയ്ത് അവസാനം അത് ശിർക്കാക്കി. അങ്ങനെ ശിർക്കാക്കി മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ പറഞ്ഞ മറുപടികളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ മറുപടികളുണ്ട്. അബ്ദുറഹ്മാൻ സലഫി നീട്ടിപ്പരത്തി ജിദ്ദ എന്ന് പറഞ്ഞ മറുപടി ഉണ്ട്. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം എല്ലായിടത്തും പറഞ്ഞ മറുപടി ഉണ്ട്. ആ മറുപടി എല്ലാം ഒറ്റടിക്കണ്ട് ഒഴിവാക്കിയിട്ട് ഇത് ശിർക്കാണെന്നാണ് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിക്ക് കയറ്റാനും ഇതിൻ്റെ ഉള്ള ആളുകളെ കുറച്ച് ആൾക്കാരെ ഉള്ളിൽ പുറത്തേക്ക് ആക്കാനും വയ്യോ. അതിനുള്ള ഏറ്റവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുളിക്കൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പല സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ കാമ മിണ്ടിയിട്ടില്ല. ഇവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ 5/6/2011 CD ടവറിൽ നടന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ ആ ദിവസത്തിൽ നിന്ന ഗൂഢാലോചനയിലാണ് അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന കുതന്ത്രക്കാരന്റെ തലയിൽ വിരിഞ്ഞ ഗൂഢാലോചനയിലാണ് ആ മീറ്റിംഗ് ഉണ്ടായത്. അതൊക്കെ പരിണിത ഫലം അനുഭവിക്കുന്നുണ്ട്, അതൊക്കെ അനുഭവിക്കും. മുജാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിച്ച് കുടുംബത്തിൽ ഛിദ്രതണ്ടാക്കി ബഹുദൈവ വിശ്വാസികളായി ചിത്രീകരിച്ചവരൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടുന്ന ആരും വിചാരിക്കണ്ട. ആ ദിവസമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായം. ഇത് അല്ല എന്ന് പറയാൻ, അങ്ങനെ മീറ്റിംഗ് നടന്നിട്ടില്ല എന്ന് പറയാൻ, അതിൽ അബ്ദുറഹ്മാൻ സലഫി സംസാരിച്ചിട്ടില്ലെന്ന് പറയാൻ, അനീഫ് കായക്കൊടി പങ്കെടുത്തിട്ടില്ലെന്ന് പറയാൻ, അനസ് മുസ്ലിയാർ അതിൽ സംസാരിച്ചിട്ടില്ലെന്ന് പറയാൻ, പങ്കെടുത്തിട്ടില്ല എന്ന് പറയാൻ ഉണ്ടോ? ആരും നിഷേധിച്ചിട്ടില്ല. അന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെ കുറച്ച് ആൾക്കാരെ പുറത്താക്കണം. ഞങ്ങൾ പ്രൂഫ് പോയിന്റിൽ ആ വിഷയം പറഞ്ഞിരുന്നു. ബഹുമാനൻ നബീൽ അണ്ടത്താണി ISMന്റെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് CD ടവറിന്റെ ലിഫ്റ്റിൽ താഴത്തേക്ക് ഇറങ്ങാണ്. അപ്പണ്ട് കുറച്ച് ആൾക്കാർ കേരളത്തിന്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ നബീൽക്ക് ചോദിച്ചു, എന്താ ഇപ്പൊ ഇവിടെ ഒരു പതിവില്ലാത്തൊരു യോഗം? കുറച്ച് ജിന്നുകളെ പുറത്താക്കാണ്ട്. നിഷേധിക്കൂ നിങ്ങൾ, കുറച്ച് ജിന്നുകളെ പുറത്താക്കാണ്ട് പറഞ്ഞിട്ടില്ലേ? ആ ജിന്നുകളെ പുറത്താക്കാനല്ലേ 5/6/11 നിങ്ങൾ CD ടവറിന്റെ മുകളിലേക്ക് കയറിയത്? അവിടെ വെച്ചുകൊണ്ടാണ് അബ്ദുറഹ്മാൻ സലഫി പ്രഖ്യാപിച്ചത് ശിർക്ക്. ജബ്ബാർ മൗലവി ഇത് ശിർക്കാണ്, അത് തുറന്നു പറയണം. അതിന് കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാവും. ഫുള്ള് ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ കുറച്ചേ പുറത്തിടുള്ളൂ. അനസ് മൗലവി പറഞ്ഞില്ല മാനം കാക്കണം എന്ന്. നിങ്ങളെ മാനം നമ്മളും കുറച്ചൊക്കെ കാക്കണം, മനസ്സിലായില്ലേ? ഞാൻ അവസാനം സമയം ഉണ്ടെങ്കിൽ ഞാൻ കൂടി പറയാം. ഫുള്ള് ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്, കുറച്ച് ഭാഗം നമ്മൾ പുറത്തിട്ടുള്ളൂ. അബ്ദുറഹ്മാൻ സലഫി എന്താ പറയുക? നമ്മൾ നീ ശിർക്കാന്നാണ് പറയാ, നോക്കിക്കണ്ട. മടപൂരികൾ അന്നേ തുടങ്ങിയിട്ടുണ്ട്, നമ്മളും പറയാ. ഇത് പറഞ്ഞാലേ നമുക്ക് ഐക്യപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു. ആ പറയുന്ന കുറച്ച് ശബ്ദം നിങ്ങളത് കേട്ടോളി. ഇതിനോട് സഹായം തേടുക എന്നുള്ളത് അവിടെയല്ല. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയുന്നത്, ഒരു ജിന്നിന്റെ കഴിവുപ്പെട്ട ഒരു കാര്യം ജിന്ന് ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ പോയി
എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്ന് ചെയ്യുകയാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോടും എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു പിടിച്ചിരിക്കാൻ പറ്റുന്ന നിലക്ക് ഒരു എഴുതിയതിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്തടത്തേക്ക് നമ്മൾ പോകണ്ട. ഞാൻ ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, ഒരു ആനക്ക് കഴിവ്. ആനനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനിന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ഇന്നും ആന തമ്മിലുള്ള വ്യത്യാസം. ആന നമ്മൾ കാണും, മരപ്പലിക്ക് ആന പറ്റും. അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മരപ്പലിക്കുന്നുണ്ട്. ജിന്ന് നമ്മൾ കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽപ്പെട്ട സാഹചര്യം ഇത്ര വലിയ ബുദ്ധിമുട്ടും പാടില്ല. എന്നാലും അതിനപ്പുറം ഈ സഹായം ചോദിക്കൊണ്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. ഒരു മുവഹിദ് അതിനപ്പുറം ഈ സഹായം ചോദിക്കൊണ്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. ഒരു മുവഹിദായ ഒരാൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെക്കുമ്പോ ആ വാചകത്തിൽ നമുക്ക് പിടിച്ച് ശുദ്ധാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. വാചകത്തിൽ നമുക്ക് പുറഞ്ഞു പിടിച്ചാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ബാക്കി ഘടനപ്രശ്നത്തിന്റെ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന സക്കരിയാന്റെ വാക്കുകൾ ഒരു വാചകന്റെ ഇടയിലെടുത്തിട്ട് ഞാൻ പറയുന്ന പോലെയല്ല ലേഖനം മുഴുവൻ വായിക്കാനുണ്ടാകുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് അത് വേണ്ട. നമുക്ക് ഈ പക്ഷിയിൽ തുറന്ന് പറഞ്ഞാൽ അത് ജിന്നിനോട് സഹായം തോന്നുന്നത് ശുദ്ധാണ്. അത് സഹായം തേടാം. അപ്പം നമുക്ക് ഇനി ലാബ് ടെക്നീഷ്യന്റെ പണിയൊന്നും വേണ്ട, നമ്മളിങ്ങനെ ന്യായീകരിച്ച് നടക്കൊന്നും വേണ്ട. അതാണ് ശിർക്കെന്നാണ് പറയാ. അപ്പൊ പിന്നെ കുറച്ച് ജിന്നുകളൊക്കെ എന്താവും, ഇതൊരു ആദർശം മാറ്റി നമ്മൾ സ്വീകരിക്കില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് പിടിച്ചാണ്ട് സർക്കുലർത്തി പുറത്താക്കാം. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്. പുളിക്കലുകളൊക്കെ മുജാഹിദികളൊക്കെ ചിന്തിച്ചോളി. അല്ലാതെ ഇവിടെ പിയനും ജിന്നയെ കാക്കണേ എന്ന് വിളിച്ചാൽ ഇവിടുന്ന് വിളിച്ചാൽ ശിർക്കല്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും കത്തും കൊടുത്തിട്ടില്ല. പച്ച നുണ പറഞ്ഞെടുക്കുക. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ചില ആളുകളെ പുറത്തേക്ക് നയിക്കണം. എന്നിട്ട് ഈ അഖലാനിയത്തും ഹദീസ് നിഷേധമൊക്കെ കറഞ്ഞടക്കണ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. അതിന് ഇതിൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതല്ലാതെ ജബ്ബാർ മൗലവി എഴുതിയത് ഇന്ന് ഈ പച്ചയായെക്കൊണ്ട് ശിർക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 10 ചോദ്യം ഞാൻ അനസ് മൗലവിന്റെ കൊപ്രക്കടത്ത് മൂക്കിന്റെ ചോട്ട് പോയി ചോദിച്ചിരുന്നു. മൂപ്പരതിന് മറുപടി പറഞ്ഞു. പക്ഷെ എന്റെ ചോദ്യത്തിപ്പോ തൊട്ടതല്ലോ. ജബ്ബാർ മൗലവി എഴുതി നിങ്ങൾ ഇപ്പോൾ തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ ശിർക്കാണ് എന്ന് അനസ് മൗലവി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ 10 ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്ന് അനസ് മൗലവിയുടെ ഡയറക്ടറായ സ്ഥാപനത്തിന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചിരുന്നു. ഈ ശബ്ദം കേൾക്കാഞ്ഞിട്ട് ശിർക്കാകണ്ട വെച്ചിട്ട് ശബ്ദം കേൾക്കണ പരിധി ഉണ്ടായിക്കോട്ടെ. ആ പരിധി വെച്ച് ഇവരെ മറുപടി പറഞ്ഞിട്ട് മിണ്ടിയിട്ടില്ല. അതിനെന്താ മറുപടി വെച്ചോ? ജബ്ബാർ മൗലവി അതെന്തുകൊണ്ട് വിശദീകരണം കൊടുത്തിട്ടില്ല എന്ന് വിശദീകരിച്ചാൽ അതിന് മറുപടിയാണ്. അതിന് മറുപടി ഇല്ല. ജബ്ബാർ മൗലവിക്ക് അത് വിശദീകരണം കൊടുക്കണമെന്ന് മൂപ്പർക്ക് തോന്നിയിട്ടില്ല. കാരണം അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. മൂപ്പർക്ക് ബോധ്യപ്പെട്ടെങ്കിലല്ലേ അദ്ദേഹം വിശദീകരണം കൊടുക്കുള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. ഖലാസ്, അതിന് മറുപടി പറയണം. അത് പുളിക്കലും ഞാൻ ചോദിക്കണം. ഇത് പുളിക്കലല്ല. ഇനി കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദികൾ നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ 10 ചോദ്യം ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ ശിർക്കാണെങ്കിൽ ഈ 10 ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഒന്നെന്താ? ഈ തൗഹീദുൽ ഉലൂഹിയ്യത്തിലെ ശിർക്ക് നിങ്ങൾക്ക് അന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 5 വർഷക്കാലം ഇതിനെ നിങ്ങൾ ന്യായീകരിച്ചത്? KNMന്റെ വേദിയിൽ വെച്ച് നിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ട്. ചോദ്യം 1. രണ്ടാമത്തത്, 2007 ശേഷം നടന്ന പല വാദപ്രതിവാദങ്ങളിലും ഖണ്ഡന പ്രസംഗങ്ങളിലും ഈ തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ ശിർക്ക് സംഭവിച്ച് മുജാഹിദുകൾക്കിടയിൽ അംർ ഇബ്നു ലുഹൈന്റെ പണിയെടുത്തു എന്ന് നിങ്ങൾ പറയുന്ന ആ മനുഷ്യരെ നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിച്ചു? ഇതിന് ശേഷമുള്ള എല്ലാ സംവാദത്തിനും ജബ്ബാർ മൗലവി ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ഇനി കേട്ടോ, 2009 അബ്ദുറഹ്മാൻ സലഫി ജാമിയ നദവി എടവണ്ണയിൽ വെച്ചുകൊണ്ട് ഇതേ ഇസ്ലാഹിനെ എന്തുകൊണ്ട് ന്യായീകരിച്ചു? 3-ാമത്തെ ചോദ്യം. 4-ാമത്തെ ചോദ്യം, അതേ അബ്ദുറഹ്മാൻ സലഫി തന്നെ 2009 ജിദ്ദയിലെ പരിപാടിയിൽ വെച്ചുകൊണ്ട് ഇതേ ഇസ്ലാഹിലെ ഇതേ ലേഖനത്തെ ന്യായീകരിച്ചു. എന്തുകൊണ്ട്? ഇപ്പൊ തൗഹീദുൽ ഉലൂഹിയ്യത്തിലെ ശിർക്കിനെ നിങ്ങൾ ന്യായീകരിച്ചതാണോ? 5-ാമത്തെ ചോദ്യം, 2011 അനസ് മൗലവിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്തിഖാമ പരിപാടിയിൽ കൊണ്ടോട്ടിയിൽ നിന്നും അബ്ദുൽ ജബ്ബാർ മൗലവി റഹ്മത്തുള്ളാഹിയെ നിങ്ങൾ വാഹനമെടുത്തുകൊണ്ട്
ആനയിച്ചുകൊണ്ട് തെക്കൻ ജില്ലയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ ജബ്ബാർ മൂല സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ആ ഹനീഫ് കായക്കൊടി അധ്യക്ഷനായിക്കൊണ്ട് ഇതേ ഇസ്ലാഹ് പൊക്കിപ്പിടിച്ചുകൊണ്ട് ജബ്ബാർ മൗലവി നിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ട്. തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ന്യായീകരിച്ചു? അതുപോലെ തന്നെ ആറാമത്തെ ചോദ്യം അദ്ദേഹത്തെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് എന്തുകൊണ്ട് വിവാദ ലേഖനം ഉയർത്തി ന്യായീകരിച്ചു? എട്ടാമത്തെ ചോദ്യം ഹനീഫ് കായക്കൊടിയും ന്യായീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് തിരിയാഞ്ഞിട്ടാണോ? ഒമ്പതാമത്തെ ചോദ്യം പിന്നെ കൃത്യമായി കൊണ്ട് കാണാം, സംഘടനാ പിളർപ്പിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, സംഘടന പിളരുന്നതിന് മുമ്പ് തന്നെ ബഹുമാന്യനായ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദീനി എഴുതിയിട്ടുള്ള ഈ ലേഖനത്തെക്കുറിച്ചും നിങ്ങൾ അന്ന് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. മുഖാമുഖത്തിൽ പിന്നെ അദ്ദേഹം കൊടുത്ത അബ്ദുൽ ഹമീദ് മദീനി കൊടുത്ത മറുപടി അന്ന് ശിർക്കാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? പത്താമത്തെ ചോദ്യം, ഈ നമുക്കറിയാം 2002 പിളർപ്പുമായി കൊണ്ട് ബന്ധപ്പെട്ട് മടവൂർ വിഭാഗം എഴുതിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ ആദർശ വ്യതിയാനമായിക്കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. എത്രത്തോളം ചോദിച്ചാൽ സലാഹുദ്ദീൻ മദീനി മെഴുകുതിരി കത്തിപ്പിടിച്ചതുപോലും, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചതുപോലും നിങ്ങളിതാ മടവൂർ വിഭാഗം ശിർക്കിലേക്ക് പോയിരിക്കുന്നെന്ന് ഘോരഘോരം പ്രസംഗിച്ച ആളാണ് അനസ് മൗലവി. ഇല്ലേ? എനിക്ക് സീഡിയൊക്കെ ഉണ്ടാവും നമ്മളടുത്തുണ്ടില്ലെങ്കിൽ. എന്നാൽ തൗഹീദുൽ ഉലൂഹിയത്തിലെ ഇത്രയും മാരകമായ ശിർക്ക് എഴുതിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കാമാമിണ്ടാത്തത്? ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾ മുജാഹിദുകളോട് മറുപടിയും സമാധാനം പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊന്നും ശിർക്കിനോടുള്ള ദേഷ്യം കൊണ്ടോ തൗഹീദിനുള്ള മഹബത്ത് കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളി. ഇവിടെ മുജാഹിദീങ്ങൾക്ക് ഇങ്ങനെ തൗഹീദാകെ പൊളിഞ്ഞ് ശിർക്കാകെ കയറി വന്ന് എന്നൊന്നും കണ്ട. ഇനി അവസാനം ഇതൊക്കെ കെട്ടടങ്ങി കുറെ ആൾക്കാർ പുറത്താക്കി. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഈ തൗഹീദ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ ആള്, അയാൾ ഇപ്പൊ പറഞ്ഞതറിയോ, യായ്ബാദ് അങ്ങനത്തെ വിഷയമല്ല. കേട്ടോളി. എന്നാൽ കേരളത്തിലെ ചർച്ചയായി ബാധുള്ളയല്ല, കേരളത്തിലെ ചർച്ചയായി ബാധുള്ളയല്ല. കേരളത്തിലെ ചർച്ച യായ്ബാദ്. അപ്പൊ യായ്ബാദ് കൊണ്ട് മുമ്പ് കിട്ടുന്ന നേട്ടമൊക്കെ കിട്ടി. അങ്ങനെ കുറച്ച് ആൾക്കാർ പുറത്തായി, കുറച്ചാൾക്ക് മുശിരിക്കായി, കുറച്ചാൾ ഔട്ടായി. ഇപ്പൊ പറയാണ് യായ്ബാദല്ല ഇവിടെ ചർച്ച. ആരാ പറയണത്? ഇത് ചർച്ച ചെയ്യണമെന്ന് KJUവിന്റെ ദൗറയിൽ ആവശ്യപ്പെട്ട ആള് ഞാനാണ് എന്ന് പറഞ്ഞ ആള് പറയണ്ട്. ഇപ്പൊ അങ്ങനെയല്ല ചർച്ച പോലും. ഇതിന് ശേഷം ഇവര് പറയുന്നുണ്ട് യായ്ബാദോടെ ചർച്ചല്ല, അത് സ്വഹിയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പരപ്പാണിങ്ങടി വെച്ച് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, കാമം മിണ്ടിട്ടില്ല. ആ പണ്ഡിതന്മാരെ ഉദ്ധരിക്കുങ്ങള്. നിങ്ങളെന്താ യായ്ബാദിനെ പറ്റി പറഞ്ഞത്? വിചിന്തനത്തിൽ യായ്ബാദ് വിളിച്ചാൽ ശിർക്കാന്നല്ലേ? ഇപ്പൊ നമുക്ക് സഹിയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും കിട്ടി തുടങ്ങിയോ? അങ്ങനെ അപ്പൊ സഹോദരന്മാർ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേകമായ ഇതിനോടുള്ള സ്നേഹം കാര്യങ്ങളൊന്നുമല്ല. മാത്രമല്ല ജബ്ബാർ മൗലവി എഴുതിയത് അത് ശിർക്കാണെങ്കിൽ ഈ കൃത്യമായ 10 കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? മറുപടി പറയണം. പിന്നെ ഇവിടെ പറഞ്ഞത് മുത്തലഖൻ ശിർക്കാൻ. ഇപ്പൊ അതാണ് പറഞ്ഞു, പല്ലോടുത്തതാ പറഞ്ഞു, ഇവിടെ മുഖാമുഖത്തിൽ തന്നെ പറഞ്ഞു മുത്തലഖൻ ശിർക്കാൻ. മുത്തലഖൻ ശിർക്കാണെങ്കിൽ ആ യായ്ബാദ, ഈ ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട ഇസ്തിആനത്തുൽ ജിന്ന്, ജിന്നിനോട് സഹായം ചോദിക്കൽ, ഈ ജിന്നിനോട് സഹായം ചോദിക്കുന്ന വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ട് അത് മുത്തലഖൻ ശിർക്കാണ് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ശരി, മുത്തലഖൻ ശിർക്ക് എന്ന് പറഞ്ഞാൽ ജിന്നാണോ ശിർക്ക്? നമ്മളിത് പറയുന്നത് എന്തിനാ വെച്ചാൽ, ഇപ്പൊ ഇത് നിങ്ങളെ പറഞ്ഞുകൊണ്ടൊന്ന് എവിടെയെങ്കിലൊക്കെ ജിന്നെ വിളിക്കണം എന്ന് ഉണ്ടാക്കാനല്ല. നമ്മൾ ആരും ജിന്നെ വിളിക്കാൻ പോകണില്ല, വിളിക്കൂല. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് വിളിക്കൂല. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. പക്ഷെ ഒരു കാര്യം ഇസ്ലാമിൽ ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമുള്ളതുപോലെ ചർച്ച ചെയ്യണം. എന്നാൽ ഇതേ വിഷയം നേരത്തെ പറഞ്ഞ പോലെ KJUവിന്റെ ദൗറയിൽ ഹനീഫ് കായക്കൊടി പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ജാമിയ സലഫിയുടെ ഈ പിന്നെ ലൈബ്രറിയിൽ വെച്ചുകൊണ്ട് പുളിക്കലിലെ, ഇപ്പോൾ ഇതേ പുളിക്കലിൽ വെച്ചുകൊണ്ട് ആ ഹനീഫ് കായക്കൊടി പറയുന്നു എല്ലാം ശിർക്കാൻ. ഞാൻ ചോദിക്കുന്നു ഹനീഫ് കായക്കൊടിയോട്, ഇവിടെ വസീലത്തു ശിർക്കുണ്ട്, ഇസ്തിആനത്തും ബിൽ ജിൻ വസീലത്ത് ശിർക്കുണ്ട് എന്ന് നിങ്ങളല്ലേ ഇവിടെ ആദ്യം പറഞ്ഞത്? ഞങ്ങളല്ലല്ലോ, നിങ്ങളവിടെ പറഞ്ഞത്. എന്താണത്? ഇതെന്നാണ്ടത് അറിയോ? ഈ വിസ്ത ഉണ്ടാവണക്ക് എത്രയും മുമ്പാ? 26/11/2011. 26/11/2011, 26/12/2011. ഈ 2011 ഈ പുളിക്കലിലെ ജാമിയ സലഫിയുടെ ലൈബ്രറിയിൽ വെച്ചുകൊണ്ട് ഹനീഫ് കായക്കൊടി അവതരിപ്പിച്ച പ്രബന്ധമാണിത്.
എന്താ വിഷയം എന്നറിയോ? ചില പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങളിലും ഫത്വകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് വസായിലു ശിർക്ക്, ദറായി ശിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഞങ്ങൾ എത്ര സ്ഥലത്ത് ചോദിച്ചു, കായക്കൊടി അനസ് മൗലവി, ഈ പണ്ഡിതന്മാർ ആരാണ്? നിങ്ങളെന്താ മറുപടി പറയാത്തത്? പുളിക്കലിൽ ആളുകൾക്ക് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. എന്താ പറയുക? ഇസ്തിആനത്തും വെച്ച് നിങ്ങൾ ഇപ്പൊ പറയണ മുത്തലഖൻ ശിർക്കാണ്, എല്ലാം ശിർക്കാണ്, ജിന്ന് ശിർക്ക്. എങ്കിൽ അന്ന് നിങ്ങൾ എഴുതിയ എന്താ? ജിന്നിനോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ വസായിലു ശിർക്ക്, ശിർക്കിന്റെ വഴികൾ, ദറായി ശിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ വസീലത്തിന്റെ ജമ്മാണ് വസായില്. വസീലത്തു ശിർക്കുണ്ട്, ജിന്നിനോട് സഹായം ചോദിക്കണ മുത്തലഖൻ ശിർക്കല്ല, അത് വസീലത്തു ശിർക്കുണ്ട് എന്ന് ഇതേ ഹനീഫ് കായക്കൂടി എഴുതി, ഇതേ ഹനീഫ് കായക്കൂടി കമ്പ്യൂട്ടറിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വേഗന മാനാറിൽ നിന്ന് രാവിലെ വന്നുകൊണ്ടാണ് ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ചത്. അന്ന് നിങ്ങൾക്ക് മുത്തലഖൻ ശിർക്കിന്റെ ആയത്ത് കിട്ടിയിട്ടില്ലേ? ഇത് വസീലത്തു ശിർക്കുണ്ട് നിങ്ങൾ എഴുതി. മൊത്തത്തിൽ ജിന്നുകളോടുള്ള എല്ലാ തരം സഹായത്തേട്ടങ്ങളെ കുറിച്ചുമെല്ലാം ഇത്തരം പ്രയോഗങ്ങൾ, എല്ലാ സഹായത്തേട്ടമല്ല, കുറച്ച് സഹായത്തേട്ടങ്ങൾ വസീലത്തു ശിർക്കുണ്ട്. അതുപോലെ ഈ പ്രവർത്തനത്തിന്റെ ഗൗരവം കുറച്ച് കാണിക്കാനുമല്ല. ഇനി വസീലത്ത് ശിർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം ശിർക്കാക്കാനും പോയാൽ അതിന്റെ ഗൗരവം കുറഞ്ഞു പോകോ? അതിനുമല്ല, മറിച്ച് വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ച സാധ്യത മാത്രമാണ്. ഞങ്ങൾ പറയുന്നു, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ അന്ന് ജാമിയ സലഫിയിൽ അവതരിപ്പിച്ച പ്രബന്ധത്തിൽ എന്താണോ എഴുതിയത്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തുണ്ടാക്കിയത്, അവിടെ നിൽക്കുന്നുണ്ട് വിസ്ഡം. നിങ്ങൾ അവിടുന്ന് പോയി. ഇത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ പല സ്ഥലത്തും ചോദിച്ചു. അനസുബുലിന്റെ മൂക്കിന്റെ ചൂടിന് ചോദിച്ചിരുന്നു, ഈ പണ്ഡിതന്മാർ ആരൊക്കെയാണ്? ഇതേതായാലും വിസ്ഡം പണ്ഡിതന്മാരല്ല, ഫൈസൽ മൗലവിയോ അല്ലെങ്കിൽ PNO പറപ്പൂരോ നല്ലത്. ഇതൊക്കെ 2011 ആ പണ്ഡിതന്മാർ അവർ ആരുടെ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞല്ലോ, ആഗോള ജൂത സംഘടനയിൽ നിന്നും അതുപോലെ തന്നെ പിഴച്ച കക്ഷികളിൽ നിന്നും ഇവിടെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് എന്ന്. ഞാൻ ചോദിക്കുന്നു, കായക്കൊടി എഴുതിയ ഈ പണ്ഡിതന്മാരുണ്ടല്ലോ, ഈ പണ്ഡിതന്മാർ ആട് അച്ചാരം വാങ്ങിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ പറയണം. അല്ലെങ്കിൽ ഈ പണ്ഡിതന്മാർക്ക് മുത്തലഖൻ ശിർക്ക് തിരിഞ്ഞിട്ടില്ലേ? ഈ പണ്ഡിതന്മാർക്ക് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ പുളിക്കൽ കിട്ടിയ ആയത്ത് കിട്ടിയിട്ടില്ലേ? നിങ്ങൾ എന്തിനാണ് ആളുകളെ ഈ പറ്റിക്കുന്നത്? ഇത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ എഴുതിയിട്ടില്ല എന്ന് പറയും. ഇതിന്റെ മൂപ്പരോട് ഇത് പല സ്ഥലത്ത് ചോദ്യം വന്നു. എവിടെ? കൊടുവള്ളിയിൽ ചോദ്യം വന്നു, നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് മൂപ്പര് മറുപടി എന്താ അറിയോ? അത് സ്വീകരിക്കാൻ പാടില്ല, അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, പച്ച നുണയാണ്. ഇത് നിങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരപ്പനങ്ങാടിയും പറഞ്ഞു, എവിടെ കായക്കൊടി? ഈ പ്രബന്ധത്തിൽ നിങ്ങൾ കാണിക്കണം, നിങ്ങൾ ഈ എഴുതിയത് അത് ശരിയല്ലാതെ നിങ്ങൾ ഇതിന്റെ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ പ്രബന്ധന്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയാണ്. കളവ് പറയാൻ ഇവർക്ക് യാതൊരു മടിയില്ല. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് ഞാൻ കാണിക്കും. ഇവർ KJന്റെ സെക്രട്ടറി ആക്കണോ അതല്ല വേറെ ഏതെങ്കിലും സെക്രട്ടറി ആക്കണോ നമുക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് തീരുമാനിക്കാം. അപ്പൊ അത് കളവാണത് തെളിയിക്കണം. ഇനിയോ, നിങ്ങൾക്ക് ജമിയത്ത് ഹിയാത്തുറാസിൽ ഇസ്ലാമി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അയച്ച കത്തല്ലത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അയച്ച കത്തല്ല, ഇത് കേരള നദ്വത്തുൽ മുജാഹിദിന് അയച്ച കത്താണ്. എന്താണുള്ളത്? ഇത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്താ അതിലുള്ളത്? ഇതിൽ കൃത്യമായി കൊണ്ട് കാണാം. ഇത് ഒന്ന് അൽ ഇഖ്വത്തുൽ മശായിഖുൽ ഫുദല അബ്ദുല്ല കോയ മദനി TP, അബ്ദുൽ ഖാദിർ സൈനുദ്ദീൻ അൽ ഫാറൂഖി AP, അദ്ദേഹം മരിച്ചുപോയി. മുഹയ്യിദ്ദീൻ മുഹമ്മദ് ഉമരി, അദ്ദേഹം മരിച്ചുപോയി. മുഹമ്മദ് മുഹയ്യിദ്ദീൻ മദനി മദനി റഹിമഹുല്ലാഹ്, അദ്ദേഹം മരിച്ചു. ഹഫിളഹുമുല്ലാഹ്. ഈ 4 ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ജമിയത്ത് ഹിയാത്തുറാസിൽ ഇസ്ലാമി കത്തെഴുതിയിട്ടുള്ളത്. ഈ കത്തിൽ എന്താണ് അറിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്കിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അങ്ങനെ ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തിട്ട് പല കാര്യങ്ങളും തീരുമാനത്തിലെത്തി. 2 കാര്യമാണ്. ഒന്ന് ഇബാദുല്ലാഹി അയ്യൂനി, ആ വിഷയം. 2 ഇസ്തിആനത്തുൽ ജിന്ന്. എന്താ ഇസ്തിആനത്തുൽ ജിന്ന്? ഇവിടെ ഫതറഫു യറ അന്നൽ ഇസ്തിആനത്തുൽ ജിന്ന് ശിർക്കു മുത്ലഖാ, മുത്ലഖൻ ശിർക്കാണെന്ന് ബിജമീ അൻവാഇഹാ ഒരു വിഭാഗം വാദിക്കുന്നു. വത്തറഫുൽ ആഖർ യറ അന്നൽ ഇസ്തിആനത്തുൽ ജിന്ന് മിൻഹാ മാ ഹുവ ശിർക്കു വമിൻഹാ മാ ഹുവ വസീലത്തുൻ ലൈസ ബിശിർക്കിൻ,
ഒരു വിഭാഗം പറയുന്നു അതിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുമുണ്ട്. ലാക്കി യുഹറബു ജമീഉഹാ മിൻ ബാബി സദ്ദി ദരിയ ഇല ശിർക്കി. പക്ഷെ ശിർക്കിലേക്ക് പോകുന്ന വഴിയായതുകൊണ്ട് അത് മുഴുവൻ അടക്കണം, അതുകൊണ്ട് മുഴുവൻ ഹറാമാണെന്ന് പറയുന്നു. വറാജിഹു വല്ലാഹു അലം. എന്നാൽ റാജിഹായ ഖൗൽ ഏതാണ്? അനൽ ഇസ്തിആനതു ബിൽ ജിന്നി അൻവാഉൻ. ഇസ്തിആനതു ബിൽ ജിന്നി പല തരത്തിലുണ്ട്. മിൻഹാ മാ ഹുവ ശിർക്കുൻ, അതിൽ ശിർക്കായതുണ്ട്. വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്കി, ശിർക്കല്ലാത്തതുമുണ്ട്. വയുഹറമു ജമീഉഹാ മിൻ ബാബി സദ്ദി ദറാഇ ഇല ശിർക്കി, ശിർക്കിലേക്ക് പോകുന്ന വഴി എന്ന നിലക്ക് അത് മുഴുവൻ അടക്കലാകും, അതുകൊണ്ട് ഹറാമാണ്. ഫൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലി റാജിഹ്. ഈ അഭിപ്രായത്തിൽ മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ച അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ അഡ്രസ്സിൽ വന്ന ഈ കത്തിന് നിങ്ങൾക്ക് ജമിയത്തു ഇഹ്യാത്തുൽ ഇസ്ലാമിക്ക് നിങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ആയത്തൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ആയത്തൊക്കെ അയച്ചു കൊടുക്കി. അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സെക്രട്ടറിയൊക്കെ പോയി നോക്കലുണ്ടല്ലോ. അപ്പൊ ജമിയത്തു ഇഹ്യാത്തുൽ ഇസ്ലാമിയെ സംബന്ധിച്ച് ഈ വിളിക്കൽ നിങ്ങൾ പ്രഖ്യാപിക്കണം, അത് ശിർക്കൻ സംഘടനയാണ്, അതല്ലെങ്കിൽ അത് ജൂതന്മാർക്ക് ഫണ്ട് കൊടുക്കുന്ന സംഘടനയാണ്, അത് മുസ്ലിമീങ്ങൾക്കിടയിൽ തൗഹീദ് ഭിന്നിപ്പിക്കുന്ന സംഘടനയാണ് എന്നൊക്കെ നിങ്ങൾ പ്രഖ്യാപിക്കി. ധൈര്യമുണ്ടോ? അപ്പൊ ഇതിനെപ്പറ്റി എന്താ കാമമുണ്ടാത്തത്? ഇതിനെപ്പറ്റി നിങ്ങൾ മിണ്ടണം. ഇനി അവിടെ വസീലത്ത് ശിർക്കല്ലാത്തതുണ്ട് എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം സലഫി സെന്ററിൽ ഒന്ന മുഖാമുഖത്തിൽ ഒരു ചോദ്യം ഒരു മർക്കസ് ദാവക്കാരൻ ചോദിക്കാണ് അനസ് മൗലവിനോട്, ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കല്ലാത്ത വല്ലതുണ്ടോന്ന്. ഇവിടെ പുടിക്കൽ വെച്ചുകൊണ്ട് ചോദിച്ചിരുന്ന എന്താ അനസ് മൗലവിന്റെ മറുപടി? ഷിർക്ക്, മുത്തലഖൻ ഷിർക്കാണ്. എത്ര ആയത്ത് വേണം? പിടിച്ചു ആയത്ത്. എന്നാൽ അന്ന് അനസ് മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ കൊടുത്ത മറുപടി എന്താ കേട്ടോളി. ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരി അല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ സുന്നത്ത് പറയാൻ പോണത്. ഖുർആൻ സുന്നത്തല്ല, ഖുർആൻ സുന്നത്താണ് മറുപടി പറയാൻ പോകുന്നത്. ശരി കേട്ടോ. ആ ഖുർആൻ പുളിക്ക് വന്ന് മൻസൂഖായി, അത് വേറെ വിഷയം. വേറെ അതിൽ ഇപ്പൊ വടവൂരികൾ ഖുർആൻ സുന്നത്തല്ലാതെ അവരുടെ അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ കേട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായ തേട്ടം അങ്ങനെ ഉണ്ടോന്നാ, ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായ തേട്ടം ഉണ്ടോന്നാ. അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയും, നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണ്ട, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. എന്താ പറഞ്ഞേ? മരുഭൂമിയിൽ ഉണ്ടായേക്കാനിടയുള്ള വാചകം ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കണം. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ഹാജറാകാൻ സാധ്യതയുള്ള അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അവർക്ക് കഴിവ് നൽകപ്പെട്ടെന്ന് പറഞ്ഞ ഖാദിറായ ജിന്നാണെങ്കിൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പോ പിന്നെ ഹാദറാകണമെങ്കിൽ ഹയ്യാണല്ലോ, ജീവനുള്ളെങ്കിലല്ലേ ഹാദറാകാൻ കഴിയുള്ളൂ. അപ്പൊ ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നാണെങ്കിൽ അതിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ
സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റില്ല. പ്രാർത്ഥന ഉണ്ടെങ്കിലേ ശിർക്കാകുമെന്ന് ഇവിടെ ഹനീഫ് കായക്കൊടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖുതുബിന്റെ സംഭവം വിശദീകരിച്ചപ്പോ. അപ്പൊ അന്ന് ശിർക്കാണെന്ന്, അപ്പൊ ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നാണെങ്കിൽ ശിർക്കല്ല എന്ന്. മുത്തലക്കൻ ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോ മറുപടി ഇന്നോ മുത്തലക്കൻ ശിർക്കാണ്. നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ആരാ ആദർശം മാറ്റിയത്? അന്ന് ഈ മറുപടി പറഞ്ഞിട്ട് അനസ് മൗലവിക്ക് വല്ല പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞോ? തിരുവനന്തപുരത്ത് നടന്ന ഔദ്യോഗിക പരിപാടിയാണിത്. സലഫി സെന്ററിൽ നടന്ന മുഖാമുഖാത്. അതിൽ പല ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു മുത്തലക്ക ശിർക്കാണ്. അപ്പൊ അന്നില്ലാത്ത ആയത്ത് ഇന്നുണ്ടായത്? ഷിർക്കിന്റെ ആയത്ത് സീരിറ്റോറിൽ വേറെ ഇറങ്ങിയോ? നമ്മൾ സാധാരണ സമസ്തക്കാർ ചോദിക്കലുണ്ട്, ചേളാരിയിൽ ആയത്തിറങ്ങിയോ, മർക്കസിൽ ആയത്തിറങ്ങിയോ എന്ന്. അതുപോലെ ചോദിക്കേണ്ട ഗതികേട് ഇപ്പൊ നിങ്ങളോട് വരികയാണ്. സീരിറ്റോറിൽ ആയത്തിറങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതുവരെ ശിർക്കല്ലാത്ത ഇപ്പൊ അങ്ങനെ ശിർക്കാകാണ്. അപ്പൊ സഹോദരന്മാരെ, ഇത് വളരെ കൃത്യമായി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഇതിവിടെ വസീറത്ത് ശിർക്ക് ഉണ്ട് എന്ന് ഉണ്ടോ അല്ലേ, അത് പിന്നെ സൂറത്ത് അൻആമിൽ ആയത്ത് ദുർവ്യാഖ്യാനിച്ചോ അല്ലേ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പത്തപ്രിയത്തൊരു സംവാദം നടന്നു. അതിൽ അബ്ദുറഹ്മാൻ സലഫി തന്നെ വായിക്കുന്നുണ്ട് ആലി ശേഖന്റെ ഇബാറത്ത്, മിൻഹാ മാ ഹുവ ശിർക്കുൻ വ മിൻഹാ മാ ഹുവ വസീലത്ത്. ഞാൻ സമയമില്ലാത്തവണ ക്ലിപ്പെടുന്നില്ല. അപ്പൊ ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി കണ്ടെത്തിയതല്ല. അതുകൊണ്ട് ആ പേരിൽ നിങ്ങൾ കുതിര കയറുകയാണെങ്കിൽ ആദ്യം ഹനീഫ് കായക്കുടെ പ്രബന്ധം വിശദീകരിക്കണം, അല്ലെങ്കിൽ ജമിയത്തിൽ പിന്നെ ഇയാത്രാസിൽ മറുപടി കൊടുക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതിന് നിങ്ങൾ തെറ്റാണെന്ന് KNM മനസ്സ് മറുപടി പറഞ്ഞാൽ പോരാ, KNM ഔദ്യോഗികമായി കൊണ്ട് പറയണം. ഔദ്യോഗികമായി കൊണ്ട് പറയണം. ഈ ഔദ്യോഗികം എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ബേജാറുണ്ടാവും. കാരണം ഈ ശിർക്കാരോപണത്തെ ന്യായീകരിക്കാൻ വേണ്ടി പല ആയത്തുകളും ദുർവ്യാഖ്യാനിച്ചു. അതിൽപ്പെട്ട ഒരായത്താണ് സൂറത്തു ജിന്നിലായത്ത്. അതിവിടെയും ദുർവ്യാഖ്യാനിച്ചു. അത് ദുർവ്യാഖ്യാനിച്ചപ്പോൾ പരപ്പനങ്ങാടിയിൽ ഹനീഫ് കായക്കൂടി പ്രസംഗിച്ചപ്പോ അന്ന് അദ്ദേഹത്തിന്റെ കൊടുവള്ളിയിലെ ക്ലിപ്പിട്ടുകൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. കൊടുവള്ളി അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ നിങ്ങളൊരു വൈജ്ഞാനിക ചർച്ചക്ക് തയ്യാറുണ്ടോ? ഏത് വിഷയത്തിൽ? സൂറത്തു ജിന്നിലെ ആയത്ത്. ഇവിടെ എന്താ അനസൂലി പറഞ്ഞത്? മനുഷ്യനോട് ചോദിക്കുന്ന അതേ ചോദ്യം, ഒരു മനുഷ്യനോട് ചോദിക്കുന്ന അതേ ചോദ്യം, ആ ചോദ്യം ജിന്നുകളോട് ചോദിച്ചപ്പോഴാണ് മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ജിന്നിൽ ആയത്തിറക്കിയതെന്നല്ലേ ഞാൻ അവിടെ പറഞ്ഞിരുന്നത്? അല്ല, നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതാണ്. നിങ്ങൾ കോഴിക്കോട് പരിപാടിക്ക് മറുപടി പറയാൻ വേണ്ടി പിന്നെ കൊടുവള്ളിയിൽ മറുപടി വെച്ചപ്പോ നിങ്ങൾ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഹനീഫ് കായക്കോട് ചോദിച്ചു, നിങ്ങളൊരു വൈജ്ഞാനിക ചർച്ചക്ക് തയ്യാറുണ്ടോ? അപ്പൊ ഞാൻ പരപ്പനങ്ങാടി പറഞ്ഞു 100 വട്ടം തയ്യാറാണ്. 100 വട്ടം തയ്യാറാണ്. അപ്പോൾ ISMന്റെ കത്തിട്ട് വന്നു. പോരാ, നിങ്ങൾ വെല്ലുവിളിച്ചത് ആരെയാണ്? നിങ്ങൾ KJUവിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന സെക്രട്ടറി വെല്ലുവിളിച്ചത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഔദ്യോഗിക പണ്ഡിത സഭയാണ് നിങ്ങൾ വെല്ലുവിളിച്ചത്. അതുകൊണ്ട് ISM പോരാ. ഇവിടെ എന്താണ്, മറ്റേ അസന്റെ ആള് വന്നിട്ട് സംവാദത്തിന് വെച്ചപ്പോ ഇല പിന്നെ കൊമ്പ് വളർന്നിട്ട് ഇത് പോരാ, അതുകൊണ്ട് നിങ്ങൾ സമസ്തക്കാരെ കത്തുവരിയെന്നല്ല ചോദിച്ചത് അല്ലേ? ഇവിടെ മുഖാമുഖത്തിൽ അസന്റെ ആൾക്കാർ വന്ന് ചോദിച്ചു സംവാദത്തിനുണ്ടോ? ഇപ്പൊ പറഞ്ഞ നിങ്ങൾ സമസ്തന്റെ കത്തുമായിട്ട് വരിക. അപ്പൊ നിങ്ങൾ വെല്ലുവിളിച്ചത് ആരെയാണ്? KJUവിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ വെല്ലുവിളിച്ചത് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിത സഭയാണ്. അതുകൊണ്ട് ISMന്റെ കത്തേറ്റ് നിങ്ങൾ പിന്നെ തടി തപ്പാൻ നോക്കണ്ട. നമ്മൾ ചോദിച്ചു KJU കത്ത് തരണം. നിങ്ങൾ വെല്ലുവിളിച്ചത് ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ കത്തു തരണം. അപ്പൊ മൂപ്പര് പറഞ്ഞാണ് കത്ത് തരണം എന്ന് പറഞ്ഞാൽ KJU കൂടണ്ടേ? KJU കൂടിയപ്പോ എന്താ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ചില ആൾക്കാർ കയറുന്നറിയും, ചില ആൾക്കാർ ഇറങ്ങുന്നറിയും, ചിലർക്ക് കയറൂല ഇറങ്ങൂല എന്നറിയും. ഇനിയിപ്പോ കയറിയ എന്താ ചെയ്യുക, ഇതൊക്കെ ചർച്ച ചെയ്യണല്ലോ. അപ്പോ ഹനീഫ് കായക്കൂടി ഒരു പച്ച നുണ, ഈ നുണ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പൊതുവേദി പറഞ്ഞൊരു മടിയുണ്ട് കേട്ടോ. നുണക്ക് പിന്നെ നുണ അല്ല എന്താ പറയാ. അദ്ദേഹം പറയാണ്, ഞാൻ അതാ പറഞ്ഞത്, അദ്ദേഹം KJUവിന്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ആക്ഷേപിക്കില്ല ഞാൻ. ഒരു മഹാന്മാരായ പണ്ഡിതന്മാരിരുന്ന സദസ്സിൽ ഒരു വേദിയിൽ കസേര ഇരിക്കുമ്പോ ഏറ്റവും ചുരുങ്ങുന്നത് ബേക്കൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ഇവിടെ ആർക്ക് ഇരുന്നെങ്കിലും നോക്കണ്ടേ. എന്നിട്ട് അദ്ദേഹം പറയാണ്,
പാലക്കാട് വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ സംവാദത്തിന് കത്ത് കൊടുക്കുന്ന ചരിത്രം KNM-നില്ല, KJU-നില്ല. പറയട്ടെ, കത്ത് കൊടുക്കണം, നമുക്ക് നോക്കാം. KJU-ന്റെ കത്ത് കിട്ടൂല എന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ വാദപ്രതിവാദത്തിന് ഒഴിഞ്ഞു മാറാൻ എന്താ വഴി? KJU-ന്റെ കത്ത് കിട്ടണമെന്ന് പറയാ, KJU-ന്റെ കത്ത് കിട്ടണമെന്ന് പറയാ. അതെന്തായാലും കിട്ടൂല. കാരണം ഫൈസൽ മുസ്ലിയാർക്ക് അറിയാം, മൂപ്പര് കുറെ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. മുജാഹിദുകളുടെ ഭാഗത്ത് നിന്നപ്പോ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിനറിയാം അങ്ങനെ കത്ത് കൊടുക്കുന്ന ഒരു രീതി KJU-വിനില്ല. അപ്പൊ പിന്നെ വാദപ്രതിവാദം നടക്കാതിരിക്കാനുള്ള വഴി എന്താ? KJU-ന്റെ കത്ത് വേണമെന്ന് പറയാ. ജമിയത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. ജമിയത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട്? ഇത് പ്രസംഗിക്കുന്ന ആരറിയോ? KJU-ന്റെ സെക്രട്ടറിയാണ്. കേരള ജമിയത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര സംവാദങ്ങൾ നടന്നിട്ടുണ്ട് പിടിച്ചോ? ഞങ്ങൾ കൊച്ചിയിൽ പറഞ്ഞിരുന്നു പരപ്പരങ്ങാടി സംവാദം. എന്തേ നിങ്ങൾ അവിടെ കാമം ഇണ്ടാഞ്ഞത്? ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച ഞങ്ങൾ അവിടെ വീണ്ടും വരുന്നുണ്ട്. KJU സംവാദത്തിന് കത്ത് കൊടുക്കലില്ലാന്നോ? ആര് പറഞ്ഞു കായക്കൊടി? ഇത് പരപ്പനങ്ങാടി സംവാദത്തിന്റെ വ്യവസ്ഥയാണ്. ഞാനിത് വിശദമായി കൊണ്ട് കൊച്ചിയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ കൊച്ചിയിൽ കാമാന്നല്ല, കേരളത്തിൽ പിന്നെ സംവാദത്തെ പറ്റി മിണ്ടാട്ടെന്നല്ല. അതുകൊണ്ട് പരപ്പനങ്ങാടി സംവാദം അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും കേരള ജമിയത്തുൽ ഉലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്നത് സംബന്ധിച്ച് നടന്ന കത്തിടപാടുകളും സെക്രട്ടറി പഠിച്ചോ. ഇനി ഈ പുളിക്കൽ വെച്ചുകൊണ്ട് ഇത് നമുക്കിവിടെ പുളിക്കക്ക് മാറ്റിവെച്ചാ ഇതെന്താ അറിയെങ്കിൽ ഇത് കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിലുള്ള കത്താണ്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ അറിയെങ്കിൽ ഞാൻ വായിച്ചു തരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വഅല ആലിഹി വസഹബിഹി അജ്മഈൻ വബഅദ്. മണ്ണാർക്കാട് മേഖല മുജാഹിദ് സംഘടനാ പ്രതിനിധികൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. AP വിഭാഗം സുന്നി പണ്ഡിതന്മാരുമായി സ്ത്രീ ജുമുഅ ജമാഅത്ത് വിഷയത്തിൽ മണ്ണാർക്കാട് വെച്ച് സംവാദം നടത്തുന്നതിന് വ്യവസ്ഥ നിശ്ചയിക്കാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി കേരള ജംഇയ്യത്തുൽ ഉലമ താഴെ പറയുന്ന പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തുന്നു. ഇനി പേര് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. 1 P ഹംസ മൗലവി അഥവാ ചങ്ങലിരി. 2 ഹനീഫ് കായക്കൊടി. 3 മുഹമ്മദ് ഷാഫി ചങ്ങലിരി. ഒപ്പ് M മുഹമ്മദ് മദനി, സെക്രട്ടറി കേരള ജമിയത്തുൽ ഉലമ പുളിക്കൽ. ജമിയത്തുൽ ഉലമന്റെ സീലുണ്ട്. ഞാൻ ചോദിക്കുന്നു കായക്കൊടിയോട്, ഈ ജമിയത്തുൽ ഉലമ നിങ്ങളുടെ ജമിയത്തുൽ ഉലമ തന്നെയാണോ? ഈ പുളിക്കൽ അഡ്രസ്സുള്ള ജമിയത്തുൽ ഉലമ ഹനീഫ് കായക്കൊടി ഇപ്പോ സെക്രട്ടറിയായ ജമിയത്തുൽ ഉലമയാണോ? ആ ജമിയത്തുൽ ഉലമയുടെ മരിച്ചുപോയ ബഹുമാനന മദനി ഗഫറല്ലാഹു ലഹു, അദ്ദേഹം ഈ ഹനീഫ് കായക്കൊടി, രണ്ടാമത് പേരെഴുതി ഹനീഫ് കായക്കൊടി, ഇനി വേറെ വല്ല ഹനീഫ് കായക്കൊടി ഉണ്ടോ നമുക്കറിയില്ല കേട്ടോ. ഈ ഹനീഫ് കായക്കൊടി നിങ്ങളാണോ? കായക്കൊടി ആണോ? നിങ്ങൾ എന്ത് നുണ ഈ പറയണത്? നിങ്ങളുടെ പേരിൽ നിങ്ങൾ എന്താ പറഞ്ഞ? ഇവിടെ കേരള ജമിയത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് ഇവിടെ സംവാദം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണത് ആരാ? KJU-ന്റെ സെക്രട്ടറി. ആ സെക്രട്ടറിയുടെ പേര് വെച്ച് കേരള ജമിയത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ടുണ്ട് മണ്ണാർക്കാട് സംവാദത്തിൽ. നിങ്ങളെന്താ മറന്നുപോയോ? കത്തൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, പോയി പരിശോധിച്ചോ KJU-ന്റെ ഓഫീസിൽ. ഈ കത്ത് വ്യാജമാണ്, ഒറിജിനലാണ് ഇവിടെ നിന്ന് പറയണങ്ങൾ. വ്യാജമാണെന്ന് തെളിയിച്ചാൽ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വേദിയിൽ നിന്ന് പരസ്യമായി 100 പ്രാവശ്യം മാപ്പ് പറയാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ സംവാദത്തിനില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. മനസ്സിലായോ? KJU കത്ത് കൊടുക്കൂല എന്ന് നുണ പറയരുത്. ഇത് KJU-ന്റെ കത്താ. ഈ ഹനീഫ് കായക്കൊടിയാണോ? ഇയാൾ ഇന്ന് നിലവിലുള്ള KJU-ന്റെ സെക്രട്ടറി ആണോ? ഞാൻ പറയുന്നു, അയാൾ ആണെങ്കിൽ അയാളെ സ്ഥാനത്തിന് യോഗ്യതല്ല. 1, ഇയാൾ ഇത് അറിഞ്ഞിട്ടും മനഃപൂർവ്വം കളവ് പറഞ്ഞു. തന്റെ സ്വന്തം പേരിൽ, ഹനീഫ് കായക്കൊടിയുടെ സ്വന്തം പേരിൽ KJU കത്ത് കൊടുത്തിട്ടുണ്ട്. ഇയാളെ സംവാദം നടത്താൻ വേണ്ടി നിർണയിച്ചിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്. ഇത് കളവ് പറഞ്ഞു.
അല്ലെങ്കിൽ അതുകൊണ്ട് അയാൾ ആ സ്ഥാനത്തിന് യോഗ്യനല്ല. രണ്ടാമത്, ഇനി അയാൾക്കത് അറിയില്ലെങ്കിൽ അയാൾ അത്ര യോഗ്യനല്ല. KJന്റെ ചരിത്രം പഠിക്കാത്ത ആളെങ്ങനെ KJന്റെ സെക്രട്ടറി ആകുക? അതുകൊണ്ട് വേഗം KJ മീറ്റിംഗ് കൂടി ഇത് തീരുമാനം ഉണ്ടാക്കണം. ഇത് മുജാഹിദുകൾ വിടൂല. നിങ്ങൾ KJU എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ഈ പിടിച്ചു വെച്ചുകൊണ്ട് ഇവിടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ അവഹേളിക്കരുത്. അതുകൊണ്ട് 2 തെളിവ് ഞാൻ പുറത്തിട്ടുണ്ട്. ഒന്ന്, പരപ്പനങ്ങാടി സംവാദം KJU നടത്തിയതാണ്. 2, മണ്ണാർക്കാട് സംവാദത്തിൽ സാക്ഷാൽ ഹനീഫ് കായക്കൊടിയെ സംവാദം നടത്താൻ വേണ്ടി കേരള ജംഇയ്യത്തുൽ ഉലമ ഔദ്യോഗികമായി MM മുഹമ്മദ് സാഹിബ് ഗഫറല്ലാഹു ലഹു അദ്ദേഹം സീൽ വെച്ച് ഒപ്പിട്ട് കൈപ്പടയിൽ എഴുതി കൊടുത്ത കത്താണ്. ടൈപ്പ് ചെയ്തല്ല, MM അതിനെ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതി കൊടുത്തതാണ്. ഇനി വേറെ ആരെങ്കിലും ഇതെന്ന് അറിയില്ല, ഞാൻ പിടിക്കണ്ട. ഏതായാലും കയ്യെഴുത്താണ്, ഇതല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കി. സ്വന്തം കടി രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് കളവും പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവരാണ് ഇപ്പോ വേറൊരാള് ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടു. അതായത് ഈ പറയുന്ന ജബ്ബാർ മൗലവി എഴുതിയതാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സംഗതികളൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. മതിലകത്ത് നടന്ന പരിപാടി അദ്ദേഹം പറയാൻ, അതുപോലെ തന്നെ ശേഷം പറഞ്ഞു, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അത് ഞങ്ങൾ മറുപടി പറഞ്ഞതാണ്. മറുപടി വാദമായി പറയാൻ പറ്റുകയില്ല. ഞാൻ ചോദിക്കുന്നു, അതൊരു വാദമാണോ നിങ്ങളെ? മറുപടി വാദമല്ല എന്നത് KJന്റെ വാദമാണോ? അത് കേട്ടിട്ട് ഞങ്ങൾക്ക് ചോദിക്കാണ്ട് കേട്ടോളൂ. അതുകൊണ്ട് ദുർബല ഹദീസിന് മറുപടി പറയുമ്പോ അതിൽ ജിന്നുണ്ട് എന്ന് പറഞ്ഞാലും മലക്കുണ്ട് എന്ന് പറഞ്ഞാലും ഇനി വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊക്കെ ആ മറുപടിയിൽ അവസാനിക്കും, ഖണ്ഡനത്തിൽ അവസാനിക്കും. അത് പിന്നീട് കൊണ്ടുവന്നിട്ട് അവിടെ മറുപടി പറഞ്ഞപ്പോൾ അത് പറഞ്ഞില്ലേ, അവിടെ ജിന്ന് എന്ന് പറഞ്ഞില്ലേ, അവിടെ മലക്ക് എന്ന് പറഞ്ഞില്ലേ, ആ രൂപത്തിൽ വിശദീകരിച്ചില്ലേ? ഈ രൂപത്തിലുള്ള മറു ചോദ്യങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനമില്ല. ഖണ്ഡനങ്ങൾ ആ രൂപത്തിലാണ് വരിക. അതാണ് മറുപടി വാദമല്ല എന്ന് പറഞ്ഞത്. മറുപടികൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വരുമ്പോൾ അവരോട് പല രൂപത്തിലും മറുപടി പറയും. അതൊന്നും വാദമായി മനസ്സിലാക്കരുത്, എല്ലാം വാദമാണെന്ന് വിചാരിക്കരുത്. അപ്പൊ 2007 മുതൽ 12 വരെ പറഞ്ഞതൊന്നും വാദല്ല, ഒക്കെ മറുപടിയാണ്. ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾ പുളിക്കലെങ്ങനെ മുഖാമുഖം നടത്തിയത്? അപ്പൊ ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ വാദാണോ പറയാ, മറുപടിയോ പറയാ? മറുപടി വാദമല്ലെങ്കിൽ ഇത് KNMന്റെ ഔദ്യോഗിക വാദമാണോ അതോ അനസ് മൗലവിന്റെ വാദമാണോ, പൊട്ടത്തരാണോ? അത് നിങ്ങൾ പറയണം. മറുപടി വാദമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ മുഖാമുഖം നടത്തിയത്? മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു സാധു ചോദിക്കുന്നു. ചോദ്യം ചോദിക്കുമ്പോ അനസ് മൗലവി മറുപടി പറയുന്നു. ആ മറുപടി പറഞ്ഞാൽ നാളെ പറയും അത് ഞാൻ മറുപടി പറഞ്ഞതാണ്, എന്റെ വാദമല്ല. പിന്നെ ഇതിനെ മുഖാമുഖം നടത്തിയേ. അപ്പൊ നിങ്ങളുടെ വാദം എവിടെ പറയാ? അതൊന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാദങ്ങൾ ഇവിടെ പറയല്. ഇവിടെ KJന്റെ ബുക്ക് പ്രസിദ്ധീകരിച്ചു, അതാണ് ഇവിടെ വലിയ വിവാദം. KJന്റെ ബുക്ക് പ്രസിദ്ധീകരിച്ചപ്പോ ഇതിന്റെ പുറംചട്ടയിലുള്ള കാര്യം അത് KNMന്റെ വാദമായിക്കൊണ്ട് അബൂബക്കർ സലഫി പറഞ്ഞു. അത് KNMന്റെ വാദമല്ല. പിന്നെ എന്തിനാ പുറംചട്ടയെ കൊടുത്തത്? പക്ഷെ രണ്ടാമത്തെ എഡിഷനിലൊക്കെ പുറംചട്ടയിൽ നിന്ന് പോയി. ആദ്യത്തെ ചട്ടയിൽ പുറംചട്ടയിലുണ്ടായിരുന്നു. എന്താ പുറംചട്ടയിലുള്ളത്? ഷെയ്ഖ് അബ്ദുള്ള അൽ ഖറാവിയെ പോലുള്ള പ്രബോധകന്മാർ സ്വീകരിച്ചിട്ട് ഞങ്ങൾ സ്വീകരിക്കുക. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹം ജിന്നുബാധ പോലുള്ള കാരണം വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. രാത്രി പുറത്തിറങ്ങിയാൽ വഴികളിലും മരങ്ങളിലും ജിന്നുകളെ കണ്ടുമുട്ടിയിരുന്നു. അത്രമാത്രം പിശാച് അവരെ കീഴടക്കിയിരുന്നു. അപ്പൊ രാത്രി പുറത്തിറങ്ങിയാലൊക്കെ ജിന്നുണ്ട്. ഇത് KNMന്റെ വാദല്ലേ എന്ന് അബൂബക്കർ സലഫി ചോദിച്ചു. പുസ്തകത്തിലുള്ളത് KNMന്റെ വാദമല്ല. പിന്നെ എവിടെ നിങ്ങളെ വാദം കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങള് ഇനി CD അവർക്ക് വിളിച്ചു ചോദിച്ചാലോ കിട്ടുമോ വാദം? അവിടെ മറുപടിയല്ലേ പറയാ? ഫോണിൽ കൂടെ മറുപടിയല്ലേ പറയാ? അപ്പോഴും വാദല്ലേ? എന്തൊരു പോയത്തമാണ്. ഇനി ഇത് രസതല്ല. ഇനി ഈ പറയുന്ന വ്യക്തി തന്നെ അതിന് ആയത്തോതുണ്ട് ചില സ്ഥലത്ത്. എന്താ തെളിവെന്നറിയോ? മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, തന്റെ ഖൗമിനെ നോക്കിക്കൊണ്ട് ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബ, ആദാം നക്ഷത്രങ്ങൾ കണ്ടു, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ കണ്ടപ്പോ ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞില്ലേ?
അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബാണെന്ന് പറഞ്ഞില്ലേ? ആ പിന്നെ കൗക്കബും അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഒക്കെ റബ്ബാണെന്നത് ഇബ്രാഹിം നബിയുടെ വാദമാണോ? നല്ല ചോദ്യ. അതിന് തഫ്സീർ നോക്കിയാൽ മതി. തഫ്സീർ നോക്കിയാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് സഅദിന്റെ തഫ്സീറെങ്കിലും നോക്കിയാൽ മതി. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാദാ റബ്ബി എന്ന് പറഞ്ഞത്? ഐ അലാ വജ്ഹി തനസ്സുലി മഅൽ ഖസ്മി ഐ ഹാദാ റബ്ബി ഫഹലുമ്മതൻ നൻദുർ ഹൽ ഇസ്തഖി റുബൂബിയ്യ. ഇനി ഇബ്രാഹിം നബി പറയാണ്, ഇനിയിപ്പോ നിങ്ങളെ വാദപ്രകാരം ഇത് റബ്ബെന്ന സമ്മതിക്കുക, നമുക്ക് നോക്കുക. കുറച്ച് ഞാൻ പ്രസ്തമിച്ചു കണ്ടില്ലേ, ഇതെങ്ങനെ റബ്ബാകുക? ഇതാണ് ഇബ്രാഹിം നബി പറഞ്ഞത്. അതല്ലാതെ ഇബ്രാഹിം നബി 5 കൊല്ലം ഹാദാ റബ്ബി എന്ന് പറഞ്ഞു നടന്നോ? അത് നിങ്ങൾ പറയേണ്ടത്. നിങ്ങളെ വാദം നിങ്ങളിപ്പോ എന്തിനാ തെളിവുകൊണ്ടിരുന്നത്? 5 കൊല്ലം ജബ്ബാർ മൗലവി ന്യായീകരിച്ചത് ഹാദാ റബ്ബി ഇബ്രാഹിം നബി പറഞ്ഞ പോലെയാണ്. അപ്പൊ നിങ്ങൾ ഇബ്രാഹിം നബി 5 കൊല്ലം ഹാദാ റബ്ബി ഹാദാ റബ്ബി ഹാദാ റബ്ബി എന്ന് പറഞ്ഞു നടന്നോ? എന്തൊരു വിഡ്ഢിത്തമാണ് സഹോദരന്മാരെ ഈ KNM വേദി എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മൈക്രോ സെക്കൻഡിൽ പോലും ഇത് എന്റെ വിശ്വാസം, ഇത് എന്റെ റബ്ബാണെന്നല്ല, നിങ്ങൾ പറയുന്ന പ്രകാരം ഞാൻ ഇന്ന് റബ്ബായി അംഗീകരിച്ചാൽ ഇത് പോയല്ലോ, എങ്ങനെ എന്റെ റബ്ബാകുക? അപ്പൊ സൂര്യച്ചു നിങ്ങൾ പറഞ്ഞ പോലെ ഇത് എന്റെ റബ്ബാണെങ്കിൽ അതും പോയി, ഇനിയിപ്പോ എന്താ കാട്ടുക എന്ന് പഠിപ്പിച്ചു കൊടുക്കാണ്. അതല്ലാതെ 5 കൊല്ലം ഹാദാ റബ്ബി ഹാദാ റബ്ബി ഹാദാ റബ്ബി എന്ന് പറഞ്ഞു നടന്നോ? നിങ്ങളെ വാദപ്രകാരം അങ്ങനെ നടന്നു എന്നാ ഇബ്രാഹിം നബി ശിർക്ക് ചെയ്തു എന്ന പച്ചയായ വാദല്ലേ നിങ്ങൾ പറയണത്? എന്നിട്ട് അതിന് ഖുർആന്റെ ആയത്ത്. അപ്പൊ ഇത് തൗഹീദിനാൽ പൊളിഞ്ഞാൽ കഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്ത് നിന്ന് പോയ പോലെ എന്തും പറയും. അപ്പൊ ഇനി മുഖാമുഖം നടത്താൻ പാടില്ല. ഇനിയിപ്പോ ഇയാൾ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട് നമ്മള്, ഇതിനുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചാൽ ഒരു മറുപടി വാദമല്ല. എന്തൊരു വാദമാണിത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ എങ്ങനെ സംവാദം നടത്തി? പിന്നെ എന്തിനാ ഇപ്പൊ നിങ്ങൾ വൈജ്ഞാനിക ചർച്ചയ്ക്ക് വിളിച്ചത്? ഞങ്ങളെ വൈജ്ഞാനിക ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കണ്ടേ? അപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും മറുപടി പറയും. അപ്പൊ പിന്നെ ആ മറുപടി കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പറയും ആ മറുപടി വാദമില്ലാതെ. എന്തൊരു കഷ്ടമാണ് സഹോദരന്മാര്. ഇതിന്റെ പേരൊക്കെയാണോ KNM എന്നുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊന്ന് പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ ഒരു പ്രസ്ഥാനത്തിനെതിരെ പച്ചയായ നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് മൈക്കിന്റെ മുമ്പിൽ വെച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ പടച്ചോ നിങ്ങളെ ഒന്നും വിടൂല നിങ്ങളെ. ഇത് മാത്രല്ല, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനെ സംബന്ധിച്ച് ഇവിടെ ചോദ്യം വന്നു. ആ ചോദ്യം ഉണ്ടവനെ അത് ഉത്തരം പറഞ്ഞു. ഇയ്യാക നഅ്ബുദു ദുർവ്യാഖ്യാനിച്ചു എന്ന് പ്രൂഫ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൂഫ് പോയിന്റ് ഏതായാലും അൽഹംദുലില്ലാ എല്ലാവർക്കും നല്ലോണം കൊള്ളുണ്ട്. ഒരു പിന്നെ മടൂർ ഭാഗത്തിന്റെ ഒരാൾ പറയാണ്, അടുപ്പുംകല്ല് വെച്ച മോഡൽ 3 ആൾ ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ആ അടുപ്പിന്റെ ചൂട് നിങ്ങൾക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. പ്രൂഫ് പോയിന്റ് ഇങ്ങനെ 3 ആൾ ഇരിക്കുമ്പോ അടുപ്പുംകല്ല് വെച്ച മോഡൽ ഇരിക്കുന്നുണ്ട്, ആ അടുപ്പിന്റെ ചൂട് നിങ്ങൾക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. എല്ലാവർക്കും കിട്ടണം. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രൂഫ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇയ്യാക നഅ്ബുദു ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കായക്കുടി ഇയ്യാക നഅ്ബുദു ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. ഇതിന് മുമ്പ് വേഗം അമാനി മൗലവിന്റെ തഫ്സീർ എടുക്കാതെ വേറെ തഫ്സീർ നമുക്ക് മണ്ടിക്കുക. അതെന്തിനാ കായക്കുടി? നിങ്ങൾ വക്കം മൗലവിന്റെ അമാനി മൗലവിന്റെ ഇയ്യാക നഅ്ബുദു വിശദീകരിച്ചിട്ടില്ലേ? അമാനി മൗലവി ഇയ്യാക നഅ്ബുദു വിശദീകരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ അമാനി മൗലവിനെടുക്കാതെ അപ്പുറത്തേക്ക് ചാടിയത്? അത് നിങ്ങൾക്കറിയാം. അമാനി മൗലവി നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനത്തെ ശക്തമായി അന്ന് തന്നെ തകർത്തിട്ടുണ്ട്. എന്താ ദുർവ്യാഖ്യാനം? ചില ആളുകൾ പറയും എവിടെ ഫാത്തിഹ ദുർവ്യാഖ്യാനിച്ചു. ഇവിടെ കായക്കൊടി പറഞ്ഞാൽ എന്താ അറിയോ? ഞങ്ങൾ ഫാത്തിഹ സൂറത്ത് എവിടെയും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, ഇയ്യാക നഅ്ബുദു ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തിന് ക്ലിപ്പ് ചെയ്യാണ്ടിരുന്നില്ല. എന്നാൽ ദുർവ്യാഖ്യാനിച്ചത് ഈ അഴിഞ്ഞെടുത്ത് വെച്ച സാക്ഷാൽ അബ്ദുറഹ്മാൻ സൽഫിയാൻ. കേട്ടോളി, അദ്ദേഹം പറയട്ടെ. അദൃശ്യമാണ്, അഭൗതികമാണ്. ആ ജിന്നിന്റെ കഴിവും അദൃശ്യമാണ്, അഭൗതികമാണ്. ആ ജിന്നിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന സഹായമോ ഞാൻ ഇവിടെയുള്ള ഒരാളോട് ചോദിക്കുന്ന പോലെ, നിങ്ങൾ എന്നോട് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സഹായമാണോ? അല്ല. അദൃശ്യമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത്, അഭൗതികമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജിന്നിനോടുള്ള സഹായ തേട്ടം ഹാജറുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ അത് ശിർക്കാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇദ്ദേഹം ഈ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് വിശദീകരിക്കുന്നത്. ഉണ്ടോ വേറെ സമ്മേളനത്തിലുള്ള? അതായത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് അതിൽ നിന്ന്
പിന്നെ കുതിബ അലൈക്കുമുസ്സിയാം എന്ന ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം പറയാം, ഇപ്പൊ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. അപ്പൊ എല്ലാവർക്കും നോമ്പ് നിർബന്ധമായപ്പോ പിന്നെ പറഞ്ഞു രാത്രക്കാർക്കും രോഗികൾക്കൊക്കെ നോമ്പ് ഇല്ല. അതുപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എല്ലാ സഹായ ചോദ്യവും ശിർക്കാണ്. മനുഷ്യനോട് ചോദിക്കുന്ന സഹായ ചോദ്യവും ശിർക്കാണ്. മനുഷ്യനോട് ചോദിക്കുന്ന സഹായ ചോദ്യവും ശിർക്കാണ്. അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ആ വിഷയമാണ് നമ്മൾ പ്രൂഫ് പോയിന്റ് ചർച്ച ചെയ്തിരുന്നത്. അതിനെപ്പറ്റി കായക്കൊടി മിണ്ടിട്ടില്ല. മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനോട് ചോദിക്കുന്ന പോലെ ശിർക്കായിരുന്നു. പിന്നെ വതആവനു അൽ ബിർരി വത്തഖ്വ എന്ന ആയത്തിറങ്ങിയപ്പോഴാണ് ആ ശിർക്ക് അല്ലാതായി മാറിയത് എന്നാണ് അദ്ദേഹം കഴിഞ്ഞിട്ട് പ്രസംഗിച്ചിട്ടുള്ളത്. എന്നാൽ എന്താണ് അമാനി മൗലവി എഴുതിയത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതും അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവെന്ന് സംശയമില്ല. അത്തരം കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോടും സഹായം അർത്ഥിക്കുന്ന കേവലം നിരർത്ഥകത മാത്രമല്ല അത് ശിർക്കും സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കലുമാണ് എന്ന് കൃത്യമായി കൊണ്ട് അമാനി മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇയ്യാക നഅ്ബുദുവിൽ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അത് ശിർക്കാണ്, അതിൽ യാതൊരു ഇസ്തിസ്നയും ഇല്ല എന്ന് അമാനി മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. ആ ക്ലിപ്പ് ഇതിൽ കയറ്റും. അപ്പൊ അന്ന് ആ പിന്നെ അമാനി മൗലവി വിശദീകരിച്ചത് തങ്ങൾക്ക് എതിരാകുമെന്ന് കണ്ടതുകൊണ്ടാണ് അപ്പുറത്ത് അത് കേട്ടോ, ഞാൻ അതിട്ടില്ലാറില്ല. നമ്മൾ 5 നേരം നമസ്കരിക്കുമ്പോൾ ഓരോ റക്അത്തിലും ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ വയ്യാക നസ്തഈൻ, അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ, അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായ തേട്ടം ശിർക്കാണ്. മതത്തിലെ പൊതു നിയമമാണത്. ആ നിയമത്തിൽ നിന്നൊരു ഇസ്തിസ്ന, ഒരു എക്സംഷൻ ഉണ്ടാവണമെങ്കിൽ ആയത്ത് തെളിവ് വേണം, സ്വഹീഹായ ഹദീസ് തെളിവ് വേണം, അല്ലെങ്കിൽ പറ്റില്ല. ഏതുപോലെ ഞാൻ നാടുനീളെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ലളിതമാണ്. അതൊന്നും കേൾക്കാതെ കാതുകൂർപ്പിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടാൻ ഒരു വാചകം പറയട്ടെ. എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം, വിശ്വാസികളെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു മതത്തിന്റെ പൊതു നിയമമാണ്. നോമ്പ് യാത്രക്കാരന് നിർബന്ധമുണ്ടോ? ഇല്ല. രോഗിക്ക് നിർബന്ധമുണ്ടോ? ഇല്ല. എന്താ കാരണം? യാത്രയാണോ? അല്ല. രോഗമാണോ? അല്ല. പിന്നെ എന്താ കാരണം? അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ രോഗിയോ യാത്രക്കാരനോ അത്രയും ദിവസം മറ്റു മാസങ്ങളിൽ നോമ്പ് നോച്ചു വീട്ടിയാൽ മതി. ഇതുപോലെ വയ്യാക നസ്തഈൻ, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ശിർക്കാണ്. അതിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനോട് ചോദിച്ചാലും ശിർക്കാണ്, മനുഷ്യൻ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ്. ഒരു മനുഷ്യനോട് ചോദിച്ചാലും ശിർക്കാണ്. ശിർക്ക് ശ്രദ്ധിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിറങ്ങിയതിനു ശേഷം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചോദിച്ചാലും ശിർക്കായിരുന്നു. ഒന്നുകൂടി ഏൽപ്പിച്ചെടുത്തു. മനുഷ്യനോട് ചോദിച്ചാലും ശിർക്കാണ്, മനുഷ്യൻ ജിന്നിനോട് ചോദിച്ചാലും അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ശിർക്കാണ്. അതിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനോട് ചോദിച്ചാലും ശിർക്കാണ്. അപ്പോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തിറങ്ങിയതിനു ശേഷം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോടും ചോദിക്കുന്നതും ശിർക്കായിരുന്നു. പിന്നെ എപ്പോഴാണ് ശിർക്കല്ലാതായത്? പറയട്ടെ. മനുഷ്യൻ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ്, മലക്കിനോട് ചോദിച്ചാലും ശിർക്കാണ്, ആരോട് ചോദിച്ചാലും ശിർക്കാണ്. തെളിവില്ലെങ്കിൽ അല്ലാഹു നമുക്ക് തെളിവ് നൽകി, വിശുദ്ധ ഖുർആനിന്റെ തെളിവ് നൽകി. അതുകൊണ്ട് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വതആവനു അലൽ ബിർരി വത്തഖ്വ. അപ്പൊ വതആവനു അൽ ബിർരി വത്തഖ്വ എന്ന സൂറത്ത് മാഇദയിലെ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് മനുഷ്യനോട് ചോദിക്കുന്നത് പോലും ശിർക്കല്ലാതായത്. ഞാൻ ചോദിക്കുന്നു, പുളിക്കലിലെ KNM-ലുള്ള ആളുകൾ കുറച്ചൊക്കെ ബുദ്ധി വിവരമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹിന്റെ ദീനോട് കൂറുണ്ടെങ്കിൽ ഇയാൾ ഈ പറഞ്ഞത് ശരിയാ? എന്തിനാണ് ഇപ്പൊ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്? കുറച്ച് ആൾക്കാരെ ബഹുദൈവ വിശ്വാസികളാക്കാനല്ലേ? നിങ്ങൾ എന്തൊരു ദുർവ്യാഖ്യാനം അവിടെ നടത്തിയിട്ടുള്ളത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിറങ്ങിയപ്പോ മനുഷ്യനോട് ചോദിക്കുന്നു ശിർക്കായിരുന്നു. ഞാൻ ചോദിക്കട്ടെ KNM-കാരാ പിന്നെ സഹോദരന്മാരെ, ഇയ്യാക നഅ്ബുദു എന്ന ആയത്തിറങ്ങിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര സഹായ ചോദ്യങ്ങൾ ഭാര്യമാരോടും സൃഷ്ടികളോടും ചോദിച്ചിട്ടുണ്ട്? അതൊക്കെ ശിർക്കായിരുന്നോ? ഇപ്പൊ റസൂലുള്ളാഹിൽ നിങ്ങൾ ശിർക്കാരോപിക്കല്ലേ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ ശിർക്കാരോപിക്കാൻ വേണ്ടി നിങ്ങൾ ആയത്തോതിയപ്പോ
മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലാണ് നിങ്ങൾ ശിർക്ക് ആരോപിച്ചിട്ടുള്ളത്. അല്ലേ? എന്തൊരു ഗുരുതരാണിത്. റസൂലുള്ളാഹി സഹായം ചോദിച്ചിട്ടില്ലേ? ഇനി തആവുനൽ ബിർരി വത്തഖ്വ എന്നുള്ള ആയത്ത് മദീനയിൽ ഇറങ്ങിയ ആയത്താണ്. അത് സൂറത്ത് മാഇദയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തല്ലേ? ഇനി തആവുനൽ ബിർരി വത്തഖ്വ എന്നുള്ളത് ആരോടുള്ള കൽപ്പനയാണ്? വിശ്വാസികളുടെ കൽപ്പനയാണ്. ഇനി ബാക്കി എന്താ? വലാ തആവുനൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മകൾ നിങ്ങൾ പരസ്പരം സഹായം ചോദിക്കാൻ പാടില്ല. ഇപ്പൊ കേന്ദ്രവിന്റെ വാദപ്രകാരം തിന്മയിൽ സഹായം ചോദിച്ച ശിർക്കാകണ്ടേ? ഇതിനെ പറ്റിയാണ് ഇവിടെ പുളിക്കൽ മുഖാമുഖത്തെ ചോദ്യം വന്നത്. അതിന് വേഗം ടെസ്റ്റ് ചെയ്ത് കായക്കൊടി നമ്മളങ്ങനെ വാദം പറഞ്ഞു വന്നിട്ടില്ല എന്നെ കേട്ടോടെ പറഞ്ഞില്ലേ? ഇത് ദുർവ്യാഖ്യാനാണോ? അല്ലേ? മനുഷ്യനോട് ചോദിച്ചാൽ പോലും ശിർക്കായിരുന്നൊരു കാലഘട്ടം റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഇയ്യാക നഅ്ബുദു ഓതിയിട്ട് തെളിയിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തെളിയിക്കണം നിങ്ങൾ. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടോ? മനുഷ്യരോട് ചോദിച്ചാലും ശിർക്കാണ് കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടെ പിന്നെ മുവഹിദീങ്ങളായ ആളുകളെ മുശ്രിക്കാക്കാനും ശിർക്ക് ആരോപിക്കാനും. ഇതിനാണ് ഞാൻ പറഞ്ഞല്ലോ, അമാനി മൗലവിയോട് പറഞ്ഞു. അമാനി മൗലവി എന്താ പറഞ്ഞത്? ചുരുക്കി പറഞ്ഞാൽ ഏത് നിസ്സാര കാര്യത്തിനും അതിനുള്ള എല്ലാ സഹായോദ്യവും ചുറ്റുപാടും അള്ളാഹുവിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും, ശരിക്കും കേട്ടോ, സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ഇയ്യാക നഅ്ബുദുവിന്റെ സഹായം അത് മനുഷ്യന്മാരിൽ നിന്ന് കിട്ടൂല, ജിന്നുകളിൽ നിന്ന് കിട്ടൂല. അത് ചോദിച്ചാൽ ശിർക്കാണ്. അതാണ് ഇവിടെ അബ്ദുറഹ്മാൻ സലഫി വെള്ളം ചേർത്തിട്ടുള്ളത്. അതാണ് നിങ്ങൾ ഇയ്യാക നഅ്ബുദു ദുർവ്യാഖ്യാനിച്ചു പറഞ്ഞിട്ടുള്ളത്. സൂറത്തു ജിന്ന് ദുർവ്യാഖ്യാനിച്ചു, അതുപോലെ തന്നെ വഹാദാ റബ്ബി എന്നുള്ള ആയത്ത് ദുർവ്യാഖ്യാനിച്ചു, ഇയ്യാക നഅ്ബുദു ദുർവ്യാഖ്യാനിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ സൂറത്തുൽ അൻആമിലെ ആയത്തുകളും ദുർവ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അതിന്റെ തഫ്സീറുകളും ദുർവ്യാഖ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയമില്ലാത്ത ഞാൻ കിടക്കണില്ല, ഇൻഷാ അല്ലാഹ് കൊച്ചിയിൽ അത് വിശദീകരിക്കും. അപ്പൊ സഹോദരന്മാരെ, ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പിന്നെ ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ, ഇവിടെ പിന്നെ ഒരു ജാബിർ എന്ന് പറയുന്ന സഹോദരൻ ചോദിച്ചിരുന്നു, പണ്ടെന്താണ് നിങ്ങൾ ഈ പിന്നെ ബുഖാരി മുസ്ലിമിലൊക്കെയുള്ള ഹദീസ് പണ്ട് സ്വീകരിക്കാത്തതിനെ പറ്റി നിങ്ങൾ മടവൂരിനോട് ശക്തമായി പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ അത് നിങ്ങൾക്ക് പറയാൻ തയ്യാറുണ്ടോ? അപ്പോ ഇതേ ചോദ്യം നമ്മൾ പിന്നെ കൊപ്രക്കളത്ത് ചോദിച്ചപ്പോ കൊപ്രക്കളത്ത് അലീഫ് കായക്കൊടി പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ മറുപടി കേട്ട് ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞു വെച്ചാൽ വേഗം അവസാനിപ്പിക്കും. അപ്പൊ പണ്ട് പറഞ്ഞതുപോലെ പറയാൻ കഴിയില്ല. ഇപ്പോൾ എന്തുകൊണ്ട്? അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും മൻഹജു സലഫ് 5-ാം പ്രമാണമാണോ എന്ന് ചോദിക്കുന്നു മർക്കസ് ദേവക്കാർ. അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ സംഘടനയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത്. ബുഖാരിയിലും മുസ്ലിമിലും ദുർബലമായ ഹദീസുകൾ ഉണ്ടെന്ന്, തള്ളിക്കളയേണ്ട ഹദീസുകൾ ഉണ്ടെന്ന് മർക്കസ് ദേവ വാദിക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല, അത് ശരിയല്ല എന്ന് തീരുമാനിച്ചെഴുതി ഒപ്പിട്ടാണ് കേരള നെതുവത്തുൽ മുജാഹിദീന്റെ ഭാഗമായി, ഐക്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇത് വേറെ കളവാണ്. ഞാൻ ചോദിക്കുന്നു കായക്കൊടിയോട്, ഇയാളിപ്പോ എന്താ പറഞ്ഞത്? ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള മുഴുവൻ ഹദീസുകളും സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒപ്പിട്ടിട്ടാണ് ഐക്യമുണ്ടായത് എങ്കിൽ ആ കത്ത് നിങ്ങളൊന്ന് പുറത്തുവിടുമോ? വിടുമോ? പുളിക്കൽ വെച്ചുകൊണ്ടാ ചോദിക്കണേ. KJവിന്റെ ആസ്ഥാനത്ത് വെച്ചാ ചോദിക്കണേ. നിങ്ങൾ എന്താ അവിടെ പറഞ്ഞത്? ബുഖാരിയിലും മുസ്ലിമിലുമുള്ള മുഴുവൻ ഹദീസുകളും സ്വീകാര്യമാണ്, ഇനി ഞങ്ങളൊന്നും എതിർക്കൂല എന്ന് ഹുസൈൻ മടവൂരും അസ്ഗർ അലിയും അതുപോലെ തന്നെ BP അബ്ദുൽ ഹക്കും അസീഫ് മദനിയും സലാഹുദ്ദീൻ മദനിയും അടക്കമുള്ള എല്ലാ ആളുകളും ഒപ്പിട്ടുകൊണ്ട് അങ്ങനെ കത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് അവർക്കത് പറയാൻ സാധിക്കുക? കായക്കൊടി, നിങ്ങൾ വീണ്ടും കളവ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു കത്തുണ്ടെങ്കിൽ ആ കത്തൊന്ന് പുറത്തുവിടുമോ? ഞാൻ പറയുന്നു, അങ്ങനെ ഒരു കത്തില്ല. എന്നാൽ ഒരു കത്തുണ്ട്, ആ കത്തിൽ ഇതില്ല. ഒരു കത്തുണ്ട്, എന്നാൽ നിങ്ങൾ പറഞ്ഞ കാര്യം ആ കത്തിൽ ഇല്ല. എന്തിനാണ് ഇങ്ങനെ കളവ് വരണത്? ഞങ്ങളെ ബഹുദൈവ വിശ്വാസികളാക്കാൻ നിങ്ങൾ എന്തിനാ ഇടങ്ങാറാണ്? കേട്ടോളി, എന്താ കത്തിലുള്ളത്? ഇത് ഞാൻ കോഴിക്കോട് വായിച്ചിരുന്നു. കായക്കൊടി മിണ്ടിയിട്ടില്ല. അവൾക്ക് മിണ്ടണം. ഇതാ 26/10/2016 മലപ്പുറം MCT ട്രെയിനിങ് കോളേജിൽ നടന്ന ചർച്ചാ യോഗത്തിൽ പങ്കെടുത്തവരും തീരുമാനങ്ങളും. ഒന്ന് അസ്ഗർ അലി,
അബ്ദുൽ ലത്തീഫ് അഥവാ കരിമ്പിലാക്കൽ, അലി അലിമദനി, KP സക്കരിയ, C മുഹമ്മദ് എന്നറ സലീം സുല്ലമി, അപ്പുറത്ത് അബ്ദുറഹ്മാൻ സലഫി, നാസർ സുല്ലമി, മുഹമ്മദ് അനീഫ് കായക്കുടി, MT അബ്ദുൽ സുല്ലമി, ആദിൽ ലത്തീഫ്. എന്താ കത്തിൽ എന്താ തീരുമാനം എഴുതി ഒപ്പിട്ടെന്നറിയോ? ജിന്ന് സിഹ്ർ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. വ്യക്തമായ നസ് ഇല്ലാത്ത ഗവേഷണാത്മകമായ നസ് നിറത്തെളിവ് ഗവേഷണാത്മക ബ്രാക്കറ്റ് ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ. അപ്പൊ ജിന്നും സിഹ്റൊക്കെ ഇജ്തിഹാദിയായ വിഷയമാണ്. അങ്ങനെ ഉണ്ടോ? നസ് വന്നാൽ പിന്നെ ഇജ്തിഹാദ് ഉണ്ടാവോ? അത് വേറെ വിഷയം. ഇജ്തിഹാദി വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇനി കേട്ടോ, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇതാണ് എഴുതി ഒപ്പിട്ടിട്ടുള്ളത്. ഇനി പറഞ്ഞാൽ ലക്കും ദീനുക്കും വലിയ ദീൻ, വശമുണ്ടണ്ട. ഇതാണ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ് ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ. ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ പാലിക്കണം. നിങ്ങളുണ്ട് സീറുണ്ട് എന്നും പറയാൻ പോണ്ട, നിങ്ങൾ ഇല്ല എന്നും പറയാൻ പോണ്ട. അതല്ലാതെ ബുഖാരിയിലെ മുസ്ലിമിലെ മുഴുവൻ ഹദീസുകളും സഹിയാണെന്ന് ഉസൈൻ മടവൂർ ഒപ്പിട്ട കത്തുണ്ടെങ്കിൽ അത് മുജാഹിദീങ്ങൾക്കൊന്ന് കാണണം. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇവിടെ ബടായി പറഞ്ഞു പോയാ പോരാ. അങ്ങനെ കത്ത് ഉസൈൻ മടവൂർ ഒപ്പിട്ടുണ്ടെങ്കിൽ ആ കത്തൊന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാണണം. നിങ്ങൾ അങ്ങനെ നമ്പാൻ പറ്റൂല നമുക്ക്. നിങ്ങൾ പല നോണയും ഇവിടെ പറഞ്ഞല്ലോ. അതുണ്ടെങ്കിൽ ആ കത്ത് നിങ്ങൾ എന്തിനാണ് ഈ ഉരുണ്ട് മറിഞ്ഞ് ഈ പാവപ്പെട്ട പിന്നെ പോലുള്ള പറപ്പൂരിനെ പോലെയുള്ള ഈ പാവങ്ങളായ മുജാഹിദീങ്ങൾ, തരനിരച്ച മുജാഹിദീങ്ങൾ ബൗദ്ധൈവ വിശ്വാസികളാക്കാനല്ലേ നിങ്ങൾ ഈ കടന്ന് ഉരുണ്ട് പെറുന്നത്? എന്തൊക്കെ നുണകളാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കത്തുണ്ടെങ്കിൽ ആ കത്ത് നിങ്ങൾ പുറത്തു വിടണം. ഞങ്ങളിപ്പോ ഇവിടെ KJന്റെ കത്ത് പുറത്തുവിട്ടല്ലോ, അതുപോലെ നിങ്ങളും ഇവിടെ ഒരു ക്ലൈമാക്സ് ആയിക്കോട്ടെ, നമുക്കിത് കാണാലോ. അൽഹംദുലില്ലാഹ്, നമുക്ക് സന്തോഷമുള്ളൂ. ഉസൈൻ മടവൂർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ. അല്ല, ഉസൈൻ മടവൂർ അങ്ങനെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിട്ടുണ്ട്, ഇത് നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രസംഗിച്ച അനീഫ് കായക്കുടിയുടെയും അനസ് മൗലവിയുടെയും മൂക്കിന്റെ ചോട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ഉസൈൻ മടവൂർ എന്താ പറഞ്ഞത് കേട്ടോളൂ. പുസ്തകം പറഞ്ഞു, ഖുർആനിൽ പരലോകത്ത് പലിശ ഭുജിക്കുന്ന ആളുകൾ അവര് ജിന്നുബാധയേറ്റ് അവർ മറിഞ്ഞു വീണ ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തം ഒഴുകുന്ന സ്ഥലത്ത് കൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട്. ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ. തന്നെ വിശ്വസിച്ചാലും മതി. അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു. മനുഷ്യരുടെ രക്തത്തിലൂടെ ഷെയ്ത്താൻ ഒഴുകുമെന്ന് പറഞ്ഞിടത്ത് തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കും എന്ന്. ഇതിന്റെ അപ്പുറത്തെ ഗൈബിയായ കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ഖുർആനിലും സുന്നത്തിലും പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല. അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുറെ ആളുകൾ ജിന്ന് പൂജയിലേക്ക് പോയത്. കുറെ അപ്പൊ എന്താ മടവൂർ സാഹിബ് പറഞ്ഞത്? വസ്വാസ് ഉണ്ടാക്കും, അവിടെ നിൽക്കണം, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എന്നാൽ ഇതിന് അനസ് മൗലവിന്റെ മൂക്കിന്റെ ചോട്ടില് ഒരു ഡയറക്ടറായ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഇത് പ്രസംഗിക്കണത്. പക്ഷെ മൂപ്പർക്ക് അവിടുന്ന് മറുപടി അറിയാൻ കഴിയില്ല. കേട്ടോ, അപ്പുറത്തേക്ക് വേറെ ഓരോ സ്ഥലത്തേക്ക് പോയിക്കാണ്ട് അവിടെ ഖുർആനിൽ 19 സ്ഥലങ്ങളിൽ 19 രീതിയിൽ പിശാജ് പ്രവേശിക്കും, അല്ലെങ്കിൽ പിശാജിന് ഉപദ്രവം ഉണ്ടാകും, പിശാജ് ശരീരത്തിൽ കയറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പിട്ടിട്ടുണ്ടോ? ഒപ്പിട്ടിട്ടില്ല. ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇമ്മാരി വർത്താനം പറയോ? ഒപ്പിട്ടിരുന്ന് നിങ്ങൾ പെരും തള്ളു വിട്ടതാണ്. അങ്ങനെ ഒപ്പിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇമ്മാരി തള്ളൊക്കെ അവസാനിപ്പിക്കുക. ഇനി മാത്രമല്ല, ഐക്യം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മുജാഹിദ് കേന്ദ്രമുകാരെ ഞാൻ പറഞ്ഞല്ലോ, ഐക്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. ഈ നേതാക്കന്മാർ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. നിങ്ങളെ സാധുക്കളായി നിങ്ങൾ എന്താ വിചാരിച്ചത്? ഉസൈൻ മടവൂരും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഇതെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങളിത് അത്തൂബ് ഇലല്ലാഹ് അനസ് മൗലവി തൗബ ചെയ്തതുപോലെ ഉസൈൻ മടവൂരൊക്കെ തൗബ ചെയ്ത് ഈ 10 കൊല്ലം 12 കൊല്ലം പറഞ്ഞ് എല്ലാ വാദങ്ങളും തിരുത്തി KNM എന്താണോ പഠിപ്പിക്കുന്നത്, അൻസാർ പറഞ്ഞതുപോലെ ഞങ്ങൾ KJ പഠിപ്പിച്ചതുപോലെ അനുസരിച്ച് ജീവിച്ച കുട്ടികളാണ് നാം. അങ്ങനെയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാദം പക്ഷെ പരസ്യമായി പറയാൻ പാടില്ല. നമുക്ക് ഒരു ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ ഇങ്ങനെ പോകാന്നാ പറഞ്ഞു. അതല്ലാതെ ആദർശം ഒരിക്കലും ഒരു CD ടവർന്ന് വന്ന ആളുകൾ പിന്നെ മർക്കസ് ദേവെന്ന് വന്ന ആളും ഒരാളും തിരുത്തിയിട്ടില്ല. അൻസാർ ജിന്ന് കയറും എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ ചില ആൾക്കാരെ അളകിയില്ലേ?
അൻസാർ ആദ്യം പറഞ്ഞു കയറൂല എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പര് ഇറങ്ങിയപ്പോ പിന്നെ അടുത്ത ആഴ്ച കയറി പറഞ്ഞു കയറും എന്ന് പറഞ്ഞു. ആദ്യം മിമ്പർമെന്ന് പറഞ്ഞ് കയറൂല എന്ന് പറഞ്ഞു. പിന്നെ മിമ്പർമെന്ന് ഇറങ്ങി പിന്നെ മൂപ്പര് കയറിയപ്പോ പറഞ്ഞ് ജിന്ന് കയറും എന്ന് പറഞ്ഞു. കേജു പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നാ കേജു സലീം സുല്ലമി നിഷേധിച്ചിട്ടില്ലേ? സലീം സുല്ലമി നിങ്ങളുടെ സെക്രട്ടറി അല്ലേ? നിഷേധിച്ചിട്ടുണ്ടല്ലേ? ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സാബിക്ക് പുല്ലൂർ എന്ന് പറയുന്ന ആള് നിങ്ങളുടെ ഔദ്യോഗിക നേതാവാണോ അല്ലേ? നിഷേധിച്ചില്ലേ? എത്ര നിഷേധി? ഹുസൈൻ മടവൂര് പഠിപ്പിച്ചു കൊടുത്തോ? KJU പഠിപ്പിച്ചു കൊടുത്തോ? സമയം കിട്ടാട്ടാണെങ്കിൽ ലീവ് എടുത്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ ഈ കായക്കൊടിങ്ങൾ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയൂല നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ആദർശപരമായി ഐക്യപ്പെട്ടു. ഈ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പരിപാടി. നേരത്തെ പൈസ പറഞ്ഞല്ലോ, നിങ്ങൾ കോഴിക്കോട് സമ്മേളനം നടത്താനിരിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഐക്യത്തിന് അധികം ആയുസില്ല. ഞങ്ങളുടെ കറാമത്തൊന്നുമല്ല, ഈ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞത് ആ ഐക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദർശം ഒന്നാകണം. ഇപ്പൊ എന്തായി? 1 വർഷം കഴിഞ്ഞോ? അപ്പോത്തിന് പിരിഞ്ഞു പോന്നില്ലേ? പിരിഞ്ഞു പോകുന്നു മാത്രമല്ല, സംഘടനാപരമായ പരിഹാരം ഫുള്ള് രേഖകൾ കയ്യിലുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മാനം കാക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തു കണ്ടില്ല. ഫുൾ രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഹുസൈൻ മടവൂര് ഒന്ന് മാത്രം പിടിച്ച സൂചന, നിങ്ങളുടെ ഹുസൈൻ മടവൂര് നിങ്ങൾ ഐക്യപ്പെട്ടതിന് ശേഷം മർക്കസുദ്ദേവയിൽ വെച്ചുകൊണ്ട് ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടോ ഇല്ലേ? അത് പറയണം ഇവിടെ. ഞങ്ങൾ അങ്ങനൊന്നും ഒറ്റടിക്കൊന്നും പുറത്തുവിടില്ല. എന്നാ അനസ്മോളി പറഞ്ഞല്ലോ മാനം കാക്ക, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മാനം ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം അവരുടെ മാനം കാക്കൽ അവരുടെ ബാധ്യതയല്ലെങ്കിലും പല വിസ്തം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഹേറ്റ് ക്യാമ്പയിൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ടിടത്തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. ചിലപ്പോൾ ഈ ചോട്ട മൂല്യമാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞോളന്നില്ല. ബഡാമൗലന്മാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. കേട്ടോ, ഞാൻ ചോദിക്കുന്നു, ബഹുമാന്യനായ TP ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ബഹുമാന്യനായ ഹുസൈൻ മടവൂർ സാഹിബേ ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ബഹുമാന്യനായ അബ്ദുൽ ഹസീബ് മദനി, സലാഹുദ്ദീൻ മദനി, നിങ്ങൾക്കൊക്കെ ഒരു സംസ്കാരം ഉണ്ടല്ലോ. ഇതാണോ KNMന്റെ സംസ്കാരം? ഞങ്ങളുടെ സംസ്കാരമല്ല. അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊപ്രക്കാലത്ത് ഞാൻ മറുപടി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ മാനം കാക്കണ്ട. കുറെ കാലം 12 കൊല്ലം ഞങ്ങളെ മാനം പൊളിച്ച നടന്നല്ലോ അല്ലേ? 12 കൊല്ലങ്ങൾക്ക് എന്തേനു പണി? മാനം കാക്കേന് പണി. എന്തൊക്കെ കിട്ടാവുന്ന പച്ച നുണകൾ പറഞ്ഞ് ഞങ്ങളെ എന്തൊക്കെ വിളിക്കാൻ പറ്റുമോ എല്ലാം ഊരിയാക്കിയില്ല ഞങ്ങള്. ഇവിടെ ഞങ്ങളെ മാനം പോയോ? നിങ്ങൾ എത്ര അടിക്കണോ അത്ര ഞങ്ങൾ പൊന്തുമ്പി തൗഫീഖില്ല. അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ പിന്നെ മുപ്പരിക്കത് അക്കിടി ബോധ്യമായപ്പോ പുളിക്കൽ വെച്ചുകൊണ്ട് വിശദീകരണം. എന്താ വിശദീകരണം? കേട്ടോളി. ഹദീസ് പറഞ്ഞു മാനം കാക്കും എന്ന് പറഞ്ഞതിന് മറുപടി പറയാൻ വന്നു. എന്ത്? അതിന് മാനം കാക്കുന്ന എന്തിനാ? അനുസ് ഞങ്ങളുടെ മാനം കാക്കണ്ടെന്ന് അവർക്ക് തന്നെ മാനം ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കാണ് അവർക്ക്. അപ്പോ മാനം മനസ്സ് കാക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ, ഒരു മനുഷ്യന്റെ ഈ ഹദീസാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. ഹദീസ് പറഞ്ഞു ഊക്കണ്ട നിങ്ങള്. ഹാവ് മൻ സത്ര മുസ്ലിം അങ്ങനെ പറഞ്ഞത് റസൂലുള്ള പറഞ്ഞ ഹദീസിന്റെ ഊക്ക്. ഞാൻ ഇവിടെ പറഞ്ഞ ഇവിടെ അങ്ങനൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് മൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമുൽ ഖിയാമ എന്ന ഹദീസാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ബാക്കി കേട്ടോളി, അപ്പം ഉദ്ദേശിച്ച് മനസ്സിലാവും. ഒരു മനുഷ്യന്റെ ന്യൂനത ദുനിയാവിൽ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത ആഖിറത്തിൽ മറച്ചു വെക്കുമെന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മാനം കാൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ കാക്കണമല്ലോ എന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ജബ്ബാർ മൗലവിക്കൽ ഹുസൈൻ സലഫി പോയതിന് എന്തെങ്കിലും ഒരു തിരുത്ത് ജബ്ബാർ മൗലവി കൊടുത്തോ? അപ്പൊ പിന്നെ മൻ സത്ര മുസ്ലിമൻ സത്ര അല്ലാഹു എന്നിട്ട് അദ്ദേഹം ശേഷം പറയുന്നുണ്ട്, നിങ്ങൾ പള്ളുരുത്തിയുടെ ശാഖയുടെ ഒരു കത്ത് തന്നാൽ മതി, ഞാൻ 3 മണിക്കൂർ പ്രസംഗിച്ചോളാം, നിങ്ങളെ മാനം മുഴുവൻ കളഞ്ഞോളാം. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഞങ്ങളെ പള്ളുരുത്തി ശാഖയുടെ ഒരു ലെറ്റർ ഹെഡിൽ തന്ന പിന്നെ കത്ത് നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഹദീസിനേക്കാളും വലിയ വില? അപ്പൊ നിങ്ങൾ 1 നമ്പർ ഹദീസ് നിഷേധിയാണല്ലോ. പള്ളുരുത്തി ശാഖയുടെ ലെറ്റർ ഹെഡിൽ എഴുതിയിട്ട് അനസ് മൗലവിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ
ഞാൻ 3 മണിക്കൂർ പ്രസംഗിക്കും, പൊടിക്ക പറഞ്ഞ 3 മണിക്കൂർ പ്രസംഗിക്കും. അപ്പൊ നിങ്ങൾക്ക് ഹദീസ് ഇല്ലേ? അപ്പൊ നിങ്ങളെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ല. ഞാൻ അനസ്മുലയുടെ ഔദ്യോഗികമായ വേദിയിൽ നിന്നാ പറയണത്. നിങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞോളി. നിങ്ങൾക്ക് ഇപ്പൊ ഒരാളുകൾ കൊണ്ടെടുക്കണ്ടല്ലോ, അയാളും കുറെ പറയുന്നുണ്ടല്ലോ ഇവിടെ എന്താണ്ടായത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞോളി. പിന്നെ എന്താ പറയാ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ പുറത്തിയാടുണ്ടോ നോക്കി ആ വാതിൽക്കൽ ഇങ്ങനെ ഷെയ്ത്താൻ കുത്തിരിക്കുമ്പോൾ ഇങ്ങനെ കുത്തിരുന്നോളി. എന്നിട്ട് ഏതേ ഷെയ്ത്താന്മാർ ഇവിടുന്ന് പോകണ്ടേ അവിടെ പിടിച്ചിട്ട് ഓല പിടിച്ച് വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ നടന്നോളി. അതേ നിങ്ങൾക്ക് കഴിയുള്ളൂ. ഈ ആദർശത്തെ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും നിങ്ങൾക്ക് നേരിടാൻ ഇലാ യൗമുൽ ഖിയാമ സാധ്യമല്ല. നിങ്ങൾ ഏതെങ്കിലും ആളുടെ ക്ലിപ്പും അതുപോലെ തന്നെ മറ്റോലെ വീഡിയോയും അതുപോലെ തന്നെ മറ്റേ ആള് അവിടെ ഇറക്കിയതും പഴക്കിയതും അതൊക്കെ പറഞ്ഞ് നടന്നോളി. നമുക്ക് ഏർപ്പാടില്ല. അതുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം വളരെ വ്യക്തമാണ്. നിങ്ങൾ എത്ര ഊക്കിട്ട് എത്ര മാനം കെടുത്താൻ ഉദ്ദേശിച്ചാലും ബി തൗഫീഖില്ല, അള്ളാഹുവിന്റെ ഈ സംഘം അള്ളാഹുവിന്റെ ദഅവത്തുമായി മുന്നോട്ട് പോകും എന്നൊരു യാതൊരു സംശയവുമില്ല. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സമയം കുറച്ച് ദീർഘിച്ചിൽ എല്ലാവരും സമയം ചോദിക്കുന്നു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും ഹക്കിന്റെ കൂടെ ഉറച്ചു നിൽക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹുവിലും മുഹമ്മദ് റസൂലുള്ളാഹിലും ഉറച്ചു നിൽക്കാനും അള്ളാഹു സുബ്ഹാനഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും അവരെയും നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. നമ്മൾ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഹാരിസ് മൗലവി അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യം നമ്മുടെ ഇവിടെ സംസാരിച്ചത് ദീനിന് വേണ്ടി നസീഹത്തോടു കൂടി മാത്രമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതല്ലാതെ ആരെയും വ്യക്തിപരമായി തേജോധനം ചെയ്യാനോ അപഹസിക്കാനോ അല്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിങ്ങൾ പിന്നെ മാപ്പ് തരണം, അല്ലെങ്കിൽ അത് അവരോട് ക്ഷമ ചോദിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ ഉറപ്പിച്ചുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.